ഈ താൽക്കാലികമായ ദുനിയാവിൽ നാം എത്രയധികം സമ്പാദിച്ചാലും ഇവിടം വിട്ടു പോകാനുള്ളവരാണ് നമ്മളെല്ലാവരുമെന്ന ബോധം അനുദിനം പത്രമാധ്യമങ്ങൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ അടുത്ത അധ്യാപകർ സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞതും അതിനുശേഷമുണ്ടായ നിരവധി അപകടങ്ങളും, വളരെ പ്രായം കുറഞ്ഞ 10ാം ക്ലാസ് വിദ്യാർത്ഥി +1ലേക്ക് ആദ്യ ദിവസം യൂണിഫോം ഇട്ട് ബാഗും തൂക്കി ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹാർട്ട് നിന്നുപോയി 20 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് മരണപ്പെട്ട വാർത്തയുമെല്ലാം നമ്മളോട് വിളിച്ചു പറയുന്നത് ഈ ദുനിയാവിൽ എത്രമേൽ സമ്പാദ്യവും സൗകര്യങ്ങളും സെറ്റപ്പും സ്റ്റാറ്റസും സ്വാധീനങ്ങളും സന്നാഹങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം വിട്ടുപോകാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടമിൽ നമ്മൾ സമ്പാദിക്കുന്ന യാതൊരു കാര്യവും ഏതൊരു സംഗതിയും അത് താൽക്കാലികമായ സീനത്തായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അല്പകാലം നമ്മളിവിടെ കഴിച്ചു കൂട്ടുമ്പോൾ അവിടെ ഹലാലും ഹറാമും നോക്കാതെ പരമാവധി എൻജോയ് ചെയ്തോളൂ എന്ന് പറയാൻ ആളുകൾ ഉണ്ടാകുമെങ്കിൽ പോലും ഒരു മാറാരോഗിയോടത് പറയാൻ സാധിക്കുമോ? പിതാവ് മരണപ്പെട്ട മക്കളോടത് പറയാൻ സാധിക്കുമോ? യുദ്ധഭൂമികയിൽ അന്നത്തിന് വകയില്ലാതെ ചികിത്സ പോലും ലഭിക്കാതെ ഭവനങ്ങളെല്ലാം തകർത്തെറിയപ്പെട്ട പാവങ്ങളോട്, പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോടത് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് ഈ ജീവിതവും ഇവിടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം പരീക്ഷണമാണെന്നും ഇതുകൊണ്ട് മരണത്തിനപ്പുറത്ത് അറ്റമില്ലാത്ത കാലം ജീവിക്കാനിരിക്കുമ്പോൾ അവിടെ സ്വർഗം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, നമ്മൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ മത സംഘടനകളുണ്ട്, നമ്മെ നയിക്കുന്ന നായകന്മാരുണ്ട്, പല ആളുകളുമുണ്ട്. നമ്മുടെ ഭൗതികമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിട്ടാൽ, ഒരു രോഗം ബാധിച്ചാൽ, ഒരു സാമ്പത്തിക ഞെരുക്കം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കൈത്താങ്ങിനായിട്ട് ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ മരണത്തോടെ ആരംഭിക്കുന്ന യഥാർത്ഥ ലോകത്ത് നാം തനിച്ചാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും സ്വന്തം മകളെ വിളിച്ചിട്ട് പറഞ്ഞത്, പൊന്നുമോളെ ഫാത്തിമ, ഈ ദുനിയാവിൽ നിന്ന് നീ എന്തു വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ നിനക്ക് തരാൻ സാധിക്കുന്നതൊക്കെ നൽകാം. പക്ഷേ അൻഖിദീ നഫ്സകി മിനന്നാർ, നാളെ പരലോകത്ത് നീ വരുമ്പോൾ നിന്റെ ശരീരത്തെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ചുമതല അത് നിന്റെ മേൽ ബാധ്യതയുള്ളതാണ് ഫാത്തിമ. നബി ഏറെ സ്നേഹിച്ച ആളാണ് ഫാത്തിമ. കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. ആ ഫാത്തിമ ബീവിയോട് പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണെങ്കിൽ ലോകത്ത് കടന്നുപോയ നബിമാർക്ക് അവരുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇബ്രാഹിം നബിക്ക് പിതാവിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. നൂഹ് നബിയുടെ മകൻ കപ്പലിൽ കയറാത്തതിന്റെ പേരിൽ വിഷമം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹു നൂഹ് നബിയെ തിരുത്തി കൊടുത്ത ആയത്തുകളാണ് ഖുർആനിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ പിറന്നു വീണ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ചുമതലയും ഉത്തരവാദിത്വവുമാണ് സ്വർഗം നേടിയെടുക്കുക എന്നതും ആ സ്വർഗം നേടിയെടുക്കാൻ പറ്റിയ സാഹചര്യങ്ങളും സെറ്റപ്പും സംവിധാനങ്ങളും ഒരുക്കുക എന്നതും അത് നമ്മൾ ഏത് ഇടങ്ങളിൽ പോയാലും ഉറപ്പിക്കുക എന്നുമുള്ളത് നമ്മുടെ ബാധ്യതയാണ്. സഹോദരന്മാരെ, സ്വർഗത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നു, സ്വർഗം നേടണമെന്നും എല്ലാവരും പറയുന്നു. എന്താണ് സ്വർഗത്തിലേക്കുള്ള വഴി? യാതൊരു സംശയവുമില്ല, അത് പടച്ച റബ്ബിന്റെ ദൈവീക ഗ്രന്ഥമായ ഖുർആൻ ഇസ്ലാമിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്ന ആശയാദർശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിൽ പരിഹാരമായിട്ടുള്ളത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ ആദൻ നബി മുതൽ അവസാനത്തെ ദൂതൻ മുഹമ്മദ് നബി വരെയുള്ള എല്ലാ നബിമാരിലൂടെയും പഠിപ്പിച്ചു കൊടുത്ത ഈ ഇസ്ലാം, അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ഓരോരുത്തരും അവർക്ക് തോന്നുന്നത് ആചാരമായി സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഓരോ നാട്ടുകാർക്ക് നന്മയെന്ന് തോന്നുന്നത് അവർ തുടങ്ങട്ടെ എന്നല്ല. ഓരോ ഉസ്താദുമാർക്കും അവർക്ക് ഇഷ്ടമുള്ളത് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാമെന്നല്ല. അങ്ങനെ ഒരു റൈറ്റ് പടച്ച റബ്ബ് ആർക്കും കൊടുത്തിട്ടില്ല. ഈ മതം എന്ന് പറയുന്നത് പടച്ച റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ആ പടച്ച റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട മതത്തിൽ വല്ലതും കൂട്ടിച്ചേർക്കാനോ വല്ലതും കട്ട് ചെയ്യാനോ
അത് ആരിലൂടെയാണോ അള്ളാഹു ലോകത്തെ പഠിപ്പിച്ചത്, ആ പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല. ആ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിച്ചത്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൂഹാ. സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സംസാരിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്ക് ജിബ്രീൽ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തുകൾ ഇറക്കും. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ നബിക്ക് ജിബ്രീൽ ഓതിക്കൊടുക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിക്കാൻ വേണ്ടി ധൃതി കാണിക്കുമായിരുന്നു. അപ്പോൾ അള്ളാഹു നബിയോട് പറഞ്ഞു, പ്രവാചകരെ താങ്കൾ ധൃതി കാണിക്കണ്ട, താങ്കൾക്ക് ഞാനിത് പഠിപ്പിച്ചു തരും. ഇതിന്റെ ഖിറാഅത്ത്, ഇതിന്റെ തിലാവത്ത്, ഇതിന്റെ ഹിഫ്ള്, ഇതിന്റെ ബയാൻ, ഇതിന്റെ തഫ്സീർ എല്ലാം ഞാൻ താങ്കൾക്ക് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഓതിത്തരുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും അത് താങ്കൾ ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ദീനായി പഠിപ്പിച്ചു തന്നത് പൂർണ്ണമായിട്ടും തെളിവിന്റെ പിൻബലമുള്ള കാര്യങ്ങളാണ്. റസൂലുള്ള ദീനായി പകർന്നു നൽകിയ വാക്കുകൾ എന്താണ്, പ്രവൃത്തി എന്താണ്, അംഗീകാരങ്ങൾ എന്താണ്, അതാണ് സുന്നത്ത് എന്നറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആനും സുന്നത്തും സമ്പൂർണമാണ്. അതിൽ യാതൊരു കൈകടത്തലുമില്ല. ഏത് സ്വഹാബത്ത് തങ്ങൾക്ക് കാശ് കിട്ടാൻ വേണ്ടി എഴുതിയുണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയില്ല. 100% നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണെന്ന് ഉറപ്പിക്കാൻ പറ്റിയ കാര്യമാണ് ഖുർആനും സുന്നത്തും. അള്ളാഹുവിന്റെ റസൂലിനോട് പോലും അല്ല പറയാണ്, വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. അള്ളാഹുവിന്റെ റസൂലേ, താങ്കളാണ് ഈ ദീനിന്റെ വിഷയത്തിൽ വല്ലതും കടത്തിക്കൂട്ടുന്നതെങ്കിൽ താങ്കളുടെ ജീവനാഡിയെ ഞാൻ മുറിച്ചു കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പോലും വാണിംഗ് കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ അള്ളാഹു അറിയിച്ചു കൊടുത്തത് അത് വളച്ചുകെട്ടില്ലാതെ, മാറ്റത്തിരുത്തലുകളില്ലാതെ, പൂഴ്ത്തിവെക്കാതെ ഈ സമുദായത്തിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. നീണ്ട 23 കൊല്ലം അവിടുന്ന് ഈ ദൗത്യമാണ് നിർവഹിച്ചത്. ഈ ദൗത്യം നിർവഹിച്ച് ലോകത്തോട് വിട പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് സ്വഹാബത്തിനോട് പറഞ്ഞത്? ഹജ്ജത്തുൽ വിദാഇൽ അല്ലാഹുവിന്റെ റസൂൽ ഓതി കേൾപ്പിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ദീനിതാ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നിങ്ങൾക്കുള്ള നിഅമത്താണ്. വെള്ളവും ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളെല്ലാം നമുക്ക് പടച്ചറബ് തന്ന നിഅമത്താണെങ്കിൽ നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ നിഅമത്താണ് ഈ ദീന്. ആ ദീനിതാ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ദീൻ ഇവിടെ സമ്പൂർണമായിരിക്കുന്നു. ദീൻ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അതിലുള്ള ഒന്ന് പുറത്തേക്ക് പോകാനില്ല, അതിലില്ലാത്ത ഒന്ന് അതിലേക്ക് കൂട്ടിച്ചേർക്കാനുമാകില്ല. അതിലുള്ള ഒന്നും പോകില്ല, അതിലില്ലാത്ത ഒന്ന് അതിലേക്ക് ചേർക്കാനും പറ്റൂല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇതാ സ്വർഗത്തിലേക്കുള്ള വഴി എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നരകത്തിലേക്ക് എത്തിക്കുന്ന കാരണങ്ങൾ എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വഹാബത്തെ, നിങ്ങൾ സാക്ഷിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ സാക്ഷിയാണെന്ന് പറഞ്ഞപ്പോൾ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്. പടച്ച റബ്ബേ, നീ സാക്ഷിയാണ്. എന്തിന്? ഈ ദൗത്യം ബല്ലിഗ് മാ ഉൻസില ഇലൈക്, താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ സന്ദേശം താങ്കൾ എത്തിച്ചു കൊടുക്കണം എന്ന ആ ദൗത്യം നിർവഹിച്ചതിന് പടച്ച റബ്ബേ നീയും സാക്ഷിയാണ്. ഇത് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളും എന്തു വഴി സ്വീകരിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യമാണ് വലുതെന്ന് പറയണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണ്ഡിതന്മാർ എന്തു പറഞ്ഞാലും ഞങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്ന് പറയണ്ട, ഞങ്ങൾ ഇന്ന മദ്ഹബിന്റെ ആളുകളാണ്, അതുകൊണ്ട് ആ മദ്ഹബിൽ എന്താണോ ഉള്ളത് അതാണ് ഞങ്ങളുടെ ദീന്, അതാണ് ഞങ്ങളുടെ വിശ്വാസം, അതാണ് ഞങ്ങളുടെ കർമ്മം, അതാണ് ഞങ്ങളുടെ ആഘോഷങ്ങളും ആചാരങ്ങളും എന്ന് പറയണ്ട. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും സ്വർഗത്തിലേക്കുള്ള വഴി പഠിപ്പിക്കാനായിട്ട് മാർഗമായിട്ട് പ്രവാചകൻ നൽകിയിരിക്കുന്ന 2 കാര്യമുണ്ട്. അതെന്താണ്? തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. ഒന്ന് അള്ളാന്റെ ഖുർആനാണ്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ചില ആൾക്കാരൊക്കെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിലൊക്കെ കയറി നിന്നിട്ട് പറയും ഞങ്ങളെ ഖുർആനിലുണ്ട്. ഞങ്ങളെ ഖുർആനല്ല, ഖുർആൻ മാലോകർക്കുള്ളതാണ്. യാ അയ്യുഹന്നാസ് എന്ന് നിരവധി തവണ മനുഷ്യരെ എന്ന് ആവർത്തിച്ച് വിളിച്ച ഗ്രന്ഥമാണിത്. വിശുദ്ധ ഖുർആൻ ലോകർക്കുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്കുള്ള നബിയാണ്. അതുകൊണ്ട് തന്നെ മാലോകരായ മുഴുവൻ മനുഷ്യന്മാർക്കും മനുഷ്യൻ എന്ന കൺസിഡറേഷനാണ്. അവിടെ ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല, ദേശമില്ല, ഭാഷയില്ല. മനുഷ്യർ തീർത്ത ഏതെങ്കിലും തരത്തിലുള്ള അതിർവരമ്പുകളില്ലാതെ മുഴുവൻ മനുഷ്യന്മാരും സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടോ, വിജയം ആഗ്രഹിക്കുന്നുണ്ടോ, സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ, സൗഭാഗ്യം ആഗ്രഹിക്കുന്നുണ്ടോ, അവർ ദൈവീക ഗ്രന്ഥത്തിന്റെ ഫോളോവേഴ്സ് ആയിരിക്കണം. ആ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമായ സുന്നത്തിനെ പിൻപറ്റണം. അതാ റസൂലുള്ള പറഞ്ഞത് തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലൂ, നിങ്ങൾ പഴച്ചു പോകൂല. എന്താ പഴച്ചു പോകാത്തത്? തർഫുഹു ബിയദില്ലാഹ് തർഫുഹു ബിഐദീകും. അതിന്റെ ഒരറ്റം പടച്ചോന്റെ അടുത്താണ്, അതിന്റെ മറ്റേ അറ്റമാണ് നിങ്ങളുടെ വശത്തുള്ളത്. അതുകൊണ്ട് വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. നിങ്ങൾ പടച്ച റബ്ബിന്റെ പാശത്തെ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അള്ളാഹുവിന്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ആകാശത്തിനുപരിയിൽ നിന്ന് പടച്ച റബ്ബിന്റെ പക്കൽ നിന്നുള്ള കൃത്യമായ ഗൈഡൻസ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതാണ് ഖുർആൻ. ഖുർആൻ മാത്രമല്ല, ലഖദ് ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, അതുപോലെ ചിലതും നൽകപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? അത് ഹദീസാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുർആൻ കൊണ്ട് ജിബ്രീൽ ഇറങ്ങി, ഖുർആൻ കൊണ്ട് ജിബ്രീൽ ഇറങ്ങി. ഇതേപോലെ തന്നെ സുന്നത്തുമായിട്ടും ജിബ്രീൽ വന്നിറങ്ങി എന്നാണ്. അതുകൊണ്ട് പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് നമ്മൾ 1, 2 എന്ന് പറയുമെങ്കിലും ഹുക്കുമെടുക്കുന്നിടത്ത് രണ്ടും ഒരുപോലെയാണ്. ഒന്ന് ഹലാലാക്കി, മറ്റൊന്ന് ഹറാമാക്കി. ഖുർആനിൽ ഹറാം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഹദീസിൽ ഹറാമാക്കിയാൽ. അത്രയും വാല്യുബിൾ ആണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എന്ന് പറയുന്നത്. ദീനായിട്ട് അവിടുന്ന് പ്രവർത്തിച്ചതും പറഞ്ഞതും അംഗീകാരം നൽകിയതും അവിടുന്ന് ചെയ്യാൻ ആഗ്രഹിച്ചതുമായ കാര്യങ്ങളാണ് സുന്നത്ത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, അസ്സുന്നത്തു സഫീനത്തു നൂഹിൻ. ലോകം കണ്ട ഏറ്റവും വലിയ പ്രളയമാണ് നൂഹ് നബിയുടെ കാലത്തുണ്ടായ പ്രളയം. ആ മഹാപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാരാണ്? നൂഹ് നബിയുടെ കപ്പലിൽ കയറിയവർ മാത്രമാണ്, അല്ലേ? അതിനോട് കമ്പയർ ചെയ്ത് പണ്ഡിതന്മാർ പറയുകയാണ്, അസ്സുന്നത്തു സഫീനത്തു നൂഹിൻ, സുന്നത്ത് നൂഹ് നബിയുടെ കപ്പലാണ്. ഫമൻ റകിബഹാ നജാ, ആരാണോ അതിൽ കയറിയത് അവർ വിജയിച്ചിരിക്കുന്നു. ആരാണോ അതിൽ നിന്ന് പിന്തി നിന്നത് അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുമ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷണ്ണനായിരിക്കുകയാണ്. അൻസാരിയായ സഹാബി എന്നാണ് ഇബ്നു കസീർ ആയത്തിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് എടുത്തു കൊടുത്തത്. നബി ചോദിച്ചു, മാലി അറാക മഹസൂന, എന്താണ് താങ്കൾ ദുഃഖിതനായിരിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, നബിയെ, അങ്ങയെ ഓർത്തിട്ടാണ്. എന്നെ ഓർത്തിട്ടോ? അതെ, ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരുന്നു, പോകുന്നു, നിസ്കരിക്കുന്നു, കഴിച്ചു കൂട്ടുന്നു, കാണുന്നു, സംസാരിക്കുന്നു. നാളെ പരലോകത്തെത്തുമ്പോ നിങ്ങൾ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലായിരിക്കുമല്ലോ, ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റൂലല്ലോ എന്ന് ഓർത്തിട്ടാണ് റസൂലെ എനിക്ക് വല്ലാത്ത വിഷമമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് ഇറക്കിയത്. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇന്റെ 69-ാമത്തെ ആയത്ത്, വമൻ യുതഇല്ലാഹ വർ-റസൂൽ, ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത്, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പമാണ്, മിനൻ നബിയീന, നബിമാരോടൊപ്പം, വസ്സുദ്ദീഖീന, സുദ്ദീഖുകളോടൊപ്പം, വശുഹദാഇ, ശുഹദാക്കളോടൊപ്പം, വസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം, ഹസുന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണ്, അല്ലേ? നമ്മൾ എല്ലാ ദിവസവും 17 തവണ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു, യഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലൂടെ ഞങ്ങളെ നീ വഴി നടത്തണമേ. നെഞ്ചത്ത് കൈകെട്ടി വെച്ചത് പ്രാർത്ഥിക്കാത്ത മുസൽമാനുണ്ടോ?
എന്താ ചോദ്യത്തിന്റെ അർത്ഥം? പടച്ചോന്റെ നേരായ വഴിയിൽ ഞങ്ങളെ ചേർക്കണം. ആരുടെ വഴി? ആരുടെ വഴി? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നീ അനുഗ്രഹിച്ചവരുടെ വഴി. ആരെ വഴിയാണ് നമ്മൾ ചോദിക്കണത്? അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴി. ആ വഴി വേണം എന്നാ നമ്മൾ പടച്ചവനോട് പറയണത്. ഏതാണ് ആ വഴി? ആരാണ് അനുഗ്രഹിച്ചവർ? ആ അനുഗ്രഹിച്ചവർ ആരാണെന്നതിന്റെ വ്യാഖ്യാനം ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്കതിന് വിശദീകരണമായി കിട്ടുന്ന ആയത്താണ് സൂറത്തു നിസാഇന്റെ 69-ാമത്തെ ആയത്ത്. അള്ളാഹ് അനുഗ്രഹിച്ചവർ ആരാണ്? അത് നബിമാരാണ്, സിദ്ദീഖുകളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. അവരോടൊപ്പം സ്വർഗത്ത് പോകണം. അതാരാ ആഗ്രഹിക്കാത്തത്? എല്ലാ മുസൽമാനും ആഗ്രഹിക്കണില്ലേ? നബിയുടെ കൂടെ സ്വർഗത്തിൽ കഴിയാൻ, സ്വഹാബത്തിന്റെ കൂടെ കഴിയാൻ, മഹാന്മാരോടൊപ്പം കഴിയാൻ, പടച്ച റബ്ബിന് പ്രിയപ്പെട്ട സൽക്കർമ്മകാരികളായ സാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കാത്ത ആരാള്? അല്ലാഹ് അതിന് വെച്ച മാർഗം അള്ളാഹിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളതാണ്. അള്ളാഹിനെയും റസൂലിനെയും അനുസരിക്കാം. അതായത് ഖുർആനും സുന്നത്തും എന്താണോ പറയുന്നത് അതുപോലെ ജീവിക്കാം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. ഒരു മുഅ്മിനായ ആണിനും ഒരു മുഅ്മിനത്തായ പെണ്ണിനും അനുവാദമില്ല. എന്തിനനുവാദമല്ല? അല്ലാഹു റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാ പിന്നെ സ്വന്തം ഇഷ്ടം, സ്വന്തം ആശയം, സ്വന്തം പക്ഷം ഇതൊന്നും പിടിക്കാൻ ഒരാൾക്കും അവകാശമില്ല. പിന്നെയോ അല്ലാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാ പിന്നെ വൈസല്ലിമൂ തസ്ലീമാ, പൂർണ്ണമായിട്ടും അല്ലാഹുക്കും റസൂലിനും കീഴൊതുങ്ങുക എന്നുള്ളതാണ്. അതാണ് മുസ്ലിമായി എന്ന് പറഞ്ഞാൽ. ഞാൻ മുസ്ലിമാണ് പക്ഷെ എനിക്ക് തട്ടമിടാൻ ഇഷ്ടമില്ല എന്ന് പറയരുത്. നീ മുസ്ലിമാണോ? അതിന്റെ അർത്ഥം എന്താണ്? പടച്ച റബ്ബിന്റെ വഹ്ദാനിയത്തിനെ അംഗീകരിച്ച് ഞാൻ പടച്ച റബ്ബിനെ അനുസരിച്ച് അവന് ഞാൻ കീഴൊതുങ്ങി ജീവിക്കാമെന്നും അവൻ ഇഷ്ടമില്ലാത്ത ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് ഞാൻ മാറി നിൽക്കാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു എന്നാ മുസ്ലിമായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ എന്താ? മുഹമ്മദ് നബിയെ നബിയായി ഞാൻ തൃപ്തിപ്പെടുന്നു. റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. എന്റെ റസൂല്, എന്റെ നബി അത് മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താണ്? തസ്ദീഖുഹു ഫീമാ അഖ്ബറ. റസൂലുള്ളാഹി എന്തൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ അതിനൊക്കെ സത്യപ്പെടുത്തുക. മനസ്സിലായില്ലേ? ഒന്നിനെയും കളവാക്കരുത്. നബി പറഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ഞങ്ങളത് വായിച്ചിട്ടില്ല, ഞങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടില്ല, ഞങ്ങൾ തറവാടിന് യോജിച്ചതല്ല, ഞങ്ങളുടെ നാട്ടിലത് പറയാൻ പറ്റില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ സത്യപ്പെടുത്തുക. പിന്നെയോ ത്വാഅതുഹു ഫീമാ അമറ. റസൂലുള്ള ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അതുപോലെ അനുസരിക്കുക. ചോദ്യം ചെയ്യാതെ അനുസരിക്കപ്പെടാൻ അവകാശമുള്ള വ്യക്തിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വസ്തിനാബു മാ നഹാ അൻഹു വസജറ. മൂന്നാമത്തെ കാര്യം, നബി എന്താണോ വിലക്കിയത് അത് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക. നബി കൊണ്ടുവന്ന് സത്യപ്പെടുത്തുക, റസൂലുള്ള കൽപ്പിച്ചതനുസരിക്കുക, റസൂലുള്ള വിലക്കിയത് മാറ്റിവെക്കുക. നാലാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന ഒരുത്തന്റെ മേലുള്ള ബാധ്യതയാണ്. നാലാമത്തെ പോയിന്റ്, എങ്ങനെയാണോ റസൂലുള്ള അള്ളാനെ ആരാധിച്ചത് അങ്ങനെ തന്നെ ആരാധിക്കുക. നിർബന്ധാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു പോകുന്ന വ്യക്തി. നബിനെ അള്ളാഹ് പറഞ്ഞയച്ച എന്തിനാണ്? ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. എല്ലാ സൽസ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നവരാണോ? അത് തെളിയേണ്ടത് എങ്ങനെയാണ്? ആ വാദിക്കുന്നത് തെളിയിക്കാൻ അത് സത്യസന്ധമാണോ എന്ന് മനസ്സിലാകാൻ അവരുടെ ജീവിതം പരിശോധിച്ചാൽ മതി. അവർ സുന്നത്തിനെ പിൻപറ്റുന്നവരാണോ? അവർ നബിയെ പിൻപറ്റുന്നവരാണോ? എങ്കിൽ അവർ അള്ളാഹിനെ സ്നേഹിക്കുന്നവരാണ്. പണ്ഡിതന്മാർ പറയാ, ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ പറയാണ്, ഈ ആയത്ത് ഒരു അളവുകോലാണ്. ഈ ആയത്തൊരു അളവുകോലാണ്. എന്ത് അളവുകോല്? അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്ന മുഴുവൻ ആളുകളുടെയും വാദം സത്യസന്ധമാണോ എന്ന് തെളിയിക്കാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസൽമാനോട്
മുസ്ലിമീങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, അള്ളാനെ ഇഷ്ടപ്പെടാത്തവരുണ്ടോ? പടച്ചറബിന്റെ സ്വർഗം ആഗ്രഹിക്കാത്തവരുണ്ടോ? അവന്റെ പക്കൽ വിജയം വരിക്കണമെന്ന് കൊതിക്കാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷണം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതെന്താണ്? ഫത്തബിഊനി, നബിയെ പിൻപറ്റുന്നവരായിരിക്കണം. അതാണ് നബിനെ പിൻപറ്റുക എന്നുള്ളതാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെല്ലാം പകർന്നു തന്നു, എല്ലാം പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. ഇനി അതിലേക്കൊന്നും കടക്കാനില്ല, അതിൽ നിന്നൊന്നും പോകാനുമില്ലെന്ന് പറഞ്ഞു. എല്ലാ കാര്യവും വിശ്വാസം പഠിപ്പിച്ചു തന്നു, അല്ലെ? കർമ്മങ്ങൾ പഠിപ്പിച്ചു തന്നു. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ നിങ്ങൾ അങ്ങനെ നിസ്കരിക്കണം. നബിയുടെ വുളു, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വുളുവിന്റെ വെള്ളമെടുത്ത് കൊണ്ടുവന്ന് തന്റെ അനുയായികളുടെ മുമ്പിൽ വുളുവെടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതുപോലെയാണ് റസൂലുള്ള ഞങ്ങൾക്ക് വുളുവെടുത്ത് കാണിച്ചു തന്നത്. വുളു കാണിച്ചു തന്നു, നിസ്കാരം കാണിച്ചു തന്നു, ചൊല്ലേണ്ടത് പഠിപ്പിച്ചു തന്നു, ഓരോ ആരാധനകളും കൃത്യമായി പകർന്നു തന്നു. അള്ളാന്റെ റസൂൽ ഒന്നും വിട്ടില്ല, ഒന്നും വിട്ടില്ല. ഹജ്ജിന് പോകുമ്പോ റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു, ഖുദൂ അന്നി മനാസികകും ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, എന്നിൽ നിന്ന് നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിച്ചെടുക്കണം. ഇന്നേ ദിവസത്തിന് ശേഷം നിങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തു. എല്ലാം അടുക്കള മുതൽ അന്താരാഷ്ട്ര വരെയുള്ള മുഴുവൻ കാര്യങ്ങളും പകർന്നു തന്നിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പോയിട്ടുള്ളത്. കാരണം അള്ളാഹു നബിയെ നിയോഗിച്ചത് അതിനാണ്. ഏതിന്? ഇസ്ലാം നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു തരാൻ. മക്കക്കാർ പറഞ്ഞു, ഒരു മനുഷ്യനെയാണോ ഞങ്ങൾക്ക് നബിയായി അയച്ചത്? മാലി ഹദർ റസൂൽ, ഇതെന്ത് റസൂലാണ്? യഅകുലു തആം വയംശി ബിൽ അസ്വാഖ്, ഭക്ഷണം കഴിക്കുന്നു, വഴിയോരങ്ങളിലൂടെ നടക്കുന്നു. ഇങ്ങനത്തെ നബിയാണോ ഞങ്ങൾക്ക് അയച്ചത്? ഞങ്ങളിലേക്ക് ഒരു മലക്കിനെ അയക്കണ്ടേ? അല്ല പറയാ, മലക്കിനെ അയച്ചിരുന്നെങ്കിൽ എന്താ ആൾക്കാർ പറയാ? ഞങ്ങൾ മനുഷ്യന്മാരല്ലേ, മലക്കൊക്കെ എന്തും ചെയ്തൂടെ, അല്ലേ? അങ്ങനെ പറയില്ലേ? ഇനി നബിമാരെ അയച്ചു തന്നില്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയും? ഞങ്ങൾക്കൊരു നബി അയച്ചു തന്നെങ്കിലല്ലേ ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. അപ്പൊ നബിയെ അയച്ചു തന്നില്ലെങ്കിൽ അവർ അതിന്റെ പേരിൽ കുറ്റം പറയും. നബിയെ മനുഷ്യനായി അയച്ചത് കൊണ്ട് അവർ പറയും മലക്കായി അയച്ചുകൂടായിരുന്നോ? മലക്കിനെ അയച്ചിരുന്നെങ്കിൽ അവർ അതും പറയും, മലക്കിനെയാണോ മനുഷ്യരായി ഞങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക, വിശുദ്ധ ഖുർആൻ പറയാണ് സൂറത്ത് അൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത്, ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈ അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്. നബി പറയുക, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യനാണ്. മനുഷ്യന്റെ എല്ലാ പ്രകൃതവും പ്രകടമാക്കിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ അന്തിമ ദൂതനാണ്, മുഅസ്സത്തുള്ള വ്യക്തിയാണ്, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് സുരക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ആ പ്രവാചകത്വത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകതകൾ ഒത്തിണങ്ങിയ വ്യക്തിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. യൂഹാ ഇലയ്യ, എനിക്ക് വഹയ്യ് നൽകപ്പെടുന്നുണ്ട്. നബിക്ക് വിശന്നിട്ടുണ്ട്, നബി ഉറങ്ങിയിട്ടുണ്ട്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ഭർത്തൃ ജീവിതം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. നബിക്ക് ദുഃഖമുണ്ടായിട്ടുണ്ട്, സന്തോഷം ഉണ്ടായിട്ടുണ്ട്, നബി കരഞ്ഞിട്ടുണ്ട്, നബി ചിരിച്ചിട്ടുണ്ട്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അല്പം മുടി നരച്ചിട്ടുണ്ട്, പ്രവാചകന് രോഗം ബാധിച്ചിട്ടുണ്ട്, അല്ലേ? ഒരു മനുഷ്യന്റെ എല്ലാ ലക്ഷണങ്ങളും റസൂൽ പ്രകടമാക്കിയിട്ടുണ്ട്. ആ പ്രവാചകനെ നമുക്ക് അയച്ചെന്ന് എന്തിനാ? ആ നബിയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റാൻ. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. മദീനയുടെ മണൽത്തിട്ടയിൽ പ്രവാചകൻ നീണ്ട വര വരച്ചു, നാനാഭാഗത്തേക്കും ശാഖകൾ വരച്ചു. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ, ഇതാകുന്നു എൻ്റെ നേരായ മാർഗം, നിങ്ങൾ ഈ നേരായ മാർഗത്തെ പിൻപറ്റണം. നാനാഭാഗത്തേക്കുള്ള വഴികൾ കാണുമ്പോൾ നല്ല മനോഹരമായിരിക്കാം, പക്ഷേ അത് പൈശാചികമാണ്. കല്യാണം കഴിക്കണ്ടല്ലോ, ലിവിങ് ടുഗദർ പോരെ എന്ന് ചിന്തിച്ചേക്കാം, പക്ഷേ അത് അപകടമാണ്. പലിശ വാങ്ങിയിട്ട് വലിയ വലിയ സാമ്രാജ്യങ്ങൾ തീർക്കാമെന്ന് ചിന്തിച്ചേക്കാം, പക്ഷെ അത് പൈശാചികമാണ്. വ്യഭിചാരത്തിലൂടെയും ഒരാൾക്ക് തന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടേക്കാം എന്ന ന്യായം പറഞ്ഞ് അതിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ കൂടുതൽ പ്രയാസങ്ങളാണ്.
അതുകൊണ്ട് നിങ്ങൾ പിൻപറ്റേണ്ടത് ഈ സിറാത്തുൽ മുസ്തഖീമിനെയാണ്. അത് നബിയുടെ മാർഗമാണ്, ഖുർആനിന്റെ മാർഗമാണ്, സുന്നത്തിന്റെ മാർഗമാണ്. ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ സഹാബത്തിനിടയിൽ 3 തർക്കം. ഒന്നാമത്തെ തർക്കം എന്താ? നബി മരിച്ചോ അല്ലേന്നാ. നബി മരിച്ചോ അല്ലേ? ആ തർക്കം എങ്ങനെയാ പരിഹരിച്ചത്? റസൂൽ അവിടെ ഉണ്ടല്ലോ, വിളിച്ചാ മതിയല്ലോ, ചോദിച്ചാ മതിയല്ലോ, ഈ ചർച്ച കേൾക്കുന്നുണ്ടല്ലോ. ഈ വിശ്വാസം സ്വഹാബത്തിനില്ല. പിന്നെയോ അവർ ഖുർആനിലേക്ക് മടക്കി, സുന്നത്തിലേക്ക് മടക്കി. നബി മരിച്ചെന്ന് പറയുന്നവന്റെ തലയറുക്കുമെന്ന് പറഞ്ഞ ഉമറിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഉഹുദിന്റെ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദൂതനാണ്. മുമ്പും ഒരുപാട് ദൂതന്മാർ കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചു എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ നിങ്ങളുടെ മണമ്പുകാലിൽ തിരിഞ്ഞോടുകയാണോ എന്ന ഖുർആനിന്റെ ആയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തു. ആർക്ക്? സ്വഹാബത്തിന്. അതോടുകൂടെ പരിഹാരായി. രണ്ടാമത്തെ തർക്കം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ കബറടക്കണം എന്നാണ്. പലരും പല അഭിപ്രായം പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പ്രവാചകൻ എവിടെയാണോ മരണപ്പെട്ടത് അവിടെയാണ് കബറടക്കപ്പെടേണ്ടത്. പരിഹാരമായി. മൂന്നാമത്തെ തർക്കം എന്താണ്? അടുത്ത ഖലീഫ ആരായിരിക്കണം? അൻസ്വാരികളിൽ നിന്നാകണമെന്ന് അവര്, മുഹാജിറുകളിൽ നിന്നാവണമെന്ന് അവര്. രണ്ടുപേർക്കുമിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ അവർ തെരഞ്ഞെടുത്തത് പ്രമാണത്തെയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്, ഹദീസിനെയാണ്. അവിടെയും റസൂലുള്ള മുമ്പ് പറഞ്ഞ കാര്യം പറയുകയുണ്ടായി. മുഹാജിറുകളിൽ നിന്നാണ് ഖലീഫയുണ്ടാകേണ്ടത് എന്നും അൻസ്വാരികളിൽ നിന്നാണ് വുസറാകൾ ഉണ്ടാകേണ്ടത് എന്നുമുള്ള ഹദീസ് അവിടെയും സ്വഹാബത്ത് മുന്നിൽ വെച്ച് അതും പരിഹരിച്ചു. മതപരമായ ഏത് വിഷയത്തിലും നമ്മൾ മടങ്ങേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. അത് നമ്മുടെ വാദമല്ല. അത് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് നിസാഇന്റെ 59-ാമത്തെ ആയത്ത്, ഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ വല്ല അഭിപ്രായ ഭിന്നതയും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. മുജാഹിദ് റഹിമഹുല്ലാഹ് പറയാണ്, അർറദ്ദു ഇലല്ലാഹ് അർറദ്ദു ഇലാ കിതാബി. അല്ലാഹുവിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കിതാബിലേക്ക് മടക്കുക എന്നാ. റസൂലിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്തിലേക്ക് മടക്കുക എന്നാണ് അർത്ഥമെന്ന് മഹാനായ മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ സഹോദരന്മാരെ, നമ്മളെ സ്വർഗത്തിലേക്കുള്ള വഴി നിർണയിക്കാൻ അള്ളാഹു നിയമിച്ചത് അള്ളാഹുവിന്റെ റസൂലിനെയാണ്. അതിന് പടച്ചോടെ ബാക്കി വെച്ചത് ഖുർആനും സുന്നത്തുമാണ്. ഇനിയിപ്പോ ആരുഞ്ഞ് ഒരുമിച്ച് കൂടിയിരുന്ന ഏതെങ്കിലും സംഘടനയോ ഏതെങ്കിലും ഘടകങ്ങളോ ഏതെങ്കിലും പണ്ഡിതന്മാരോ കൂടിയിരുന്ന് ആലോചിച്ചുണ്ടാക്കേണ്ട ഒരു ഗതികേടൊന്നും ഇസ്ലാമിനില്ല. വെളുത്ത ശുദ്ധമായ പ്രതലത്തിലാണ് ഞാൻ വിട്ടേച്ചു പോയത്. ആർക്കാണ് അറിയാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലില്ലാത്ത സമയത്ത് 3 പേര് നബിയുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീട്ടിക്ക് വന്നു. അപ്പൊ അവർക്ക് ആയിഷ ബീവി നബിയുടെ ജീവിത കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു, ഇബാദത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത്. ഇതൊക്കെ കേട്ടപ്പോൾ അവർക്ക് തോന്നി, അള്ളാഹുവിന്റെ റസൂല് മഹത്തായ ഒരു വ്യക്തിത്വമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളോ, അപ്പൊ നമ്മൾ സാധാരണക്കാർ എത്രമേൽ ചെയ്യണം എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഒരുത്തം പറഞ്ഞു, ഞാൻ കല്യാണം തന്നെ കഴിക്കൂല, ഫുള്ള് ഇബാദത്തായിരിക്കും. മറ്റൊരുത്തം പറഞ്ഞു, ഫുള്ള് എനിക്കിനി എല്ലാ ദിവസവും നോമ്പായിരിക്കും, ഞാൻ എല്ലാ ദിവസവും രാത്രി നിസ്കരിക്കും. അങ്ങനെ 3 ആളും തീരുമാനമെടുത്ത് വീട്ടിൽ നിന്ന് പുറത്തുപോയി. റസൂൽ വീട്ടിൽ വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിഷ ബീവി പറഞ്ഞ് ഇങ്ങനെ തീരുമാനം എടുത്തിട്ട് അവരെല്ലാവരും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. റസൂൽ നേരെ ഓടിയിട്ട് മിമ്പറിൽ കയറി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാക്കെന്താ അറിയോ? അൻതുമുല്ലദീ ഖുൽതും കദാ വകദാ, നിങ്ങളാണോ ഇന്നാലിന്ന രൂപത്തിൽ സംസാരിച്ചിരിക്കുന്നത്? എന്നാൽ നിങ്ങൾ അറിഞ്ഞേക്കുക, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങളും എനിക്കുണ്ടാകാറുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ, എന്റെ സുന്നത്തിൽ നിന്ന് ആരെങ്കിലും അതില് അമിതത്വം കാണിച്ചാൽ അല്ലെങ്കിൽ വിമുഖത കാണിച്ചാൽ അവർ എന്നിൽപ്പെട്ടവനല്ല. അപ്പൊ റസൂലുള്ള എന്താണോ പകർന്നത് അതാണ് നമുക്ക് ദീന്.
അതാ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്. നബിയുടെ കാലശേഷം ഓരോരുത്തരും ദീനിൽ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു വാദം എന്താണ്? ഇതൊക്കെ നല്ല കാര്യമല്ലേ, സ്വലാത്തല്ലേ, ദിക്റല്ലേ, പ്രാർത്ഥനയല്ലേ, ഒരു മജ്ലിസ് അല്ലേ, എനിക്ക് എന്താ കുഴപ്പം? അതൊരു സൽക്കർമ്മമല്ലേ? സൽക്കർമ്മങ്ങൾ പുതിയതായി ഹസനത്ത് ബിദ്അത്തുൻ ഹസന എന്നൊരു പ്രൊവിഷൻ ഇല്ലേ? അതുകൊണ്ട് നമുക്ക് എന്തും ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും പാടെ കൂടിയിട്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്ക് അതവർക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. ബിദ്അത്ത് ചെയ്യുന്ന ആളുകളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന വാക്കാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്. എന്താ അദ്ദേഹം പറഞ്ഞത്? മനി ബിതദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹാ ഹസന. ഇസ്ലാമിൽ ഒരു കാര്യം നന്മയല്ലേ എന്ന് കരുതിയിട്ട് ആരെങ്കിലും പുതിയതായി കടത്തിക്കൂട്ടിയാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. എത്ര വലിയ അപകടകരമായ ഒരു വാദമാണ്. ഏത് എല്ലാ നന്മയും എല്ലാ പുണ്യവും പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്ന റസൂലുള്ള പഠിപ്പിക്കാത്തൊരു കാര്യം പുണ്യമല്ലേ എന്ന് കരുതി ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ അവര് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് റസൂലുള്ള അവിടുത്തെ ദൗത്യം നിർവഹിക്കുന്നിടത്ത് വഞ്ചന കാണിച്ചു എന്നാണ്. നബി എന്താ നമ്മളോട് പറഞ്ഞ്? ഞാൻ അതൊക്കെ പൂർത്തീകരിച്ചു. ഇനി അള്ളാഹ് എന്താ പറഞ്ഞ്? ഈ ദീനിനെ പൂർത്തീകരിച്ചിരിക്കുന്നു അല്ലേ? പിന്നെ എന്താ നമ്മളോട് പറഞ്ഞത്? നിങ്ങൾക്ക് ഇറക്കപ്പെട്ടത് എന്താണോ അത് നിങ്ങൾ പിൻപറ്റണം. അള്ളാഹുവിന്റെ റസൂലിലൂടെ എന്താണോ നിങ്ങൾക്ക് നൽകപ്പെട്ടത് അതിനെ നിങ്ങൾ സ്വീകരിക്കണം. റസൂൽ എന്തെന്നാണോ വിലക്കിയത് അതിനെ നിങ്ങൾ മാറ്റിവെക്കണമെന്ന് അള്ളാഹു ഖുർആനിലൂടെ നിരവധി സ്ഥലത്ത് പറഞ്ഞ്, റസൂലുള്ള ഇതെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നും പറഞ്ഞ്, എന്നിട്ട് നബിക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ദീനിൽ കടത്തിക്കൂട്ടിയാൽ അത് നബിക്കെതിരെയുള്ള വലിയ ആരോപണമല്ലേ? അതുകൊണ്ട് മുസ്ലിമായി അറിയപ്പെടുന്ന ഓരോരുത്തരുടെയും ബാധ്യതയാണ്, ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ശ്രോതാക്കളോടും ഞാൻ പറയുന്നു, നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ത്? നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിന് അള്ളാഹുവിന്റെ റസൂലിന്റെ പിൻബലമുണ്ട്, ഖുർആന്റെയും സുന്നത്തിന്റെയും പിൻബലമുണ്ട് എന്ന് ഉറപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ്. എന്താ ചില ആൾക്കാർ ഇപ്പൊ പാമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റിഫായി ഷേഖിന്റെ പേരിൽ പിന്നെ മൗലിദ് കഴിച്ചാൽ മതി എന്തോ ഒരു പണ്ഡിതൻ പ്രസംഗിക്കണ്ടായി അല്ലേ? എന്താ അദ്ദേഹത്തിന് തെളിവ് പറഞ്ഞത്? എന്താ തെളിവ് പറഞ്ഞത്? ഖുർആൻ ഓതിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ പറഞ്ഞോ? സ്വഹാബത്തിന്റെ ചര്യ ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു സ്വഹാബി ഈ സംഗതി ചെയ്തതായിട്ട് പറഞ്ഞോ? ഇല്ലല്ലോ. അവർക്ക് ആർക്കും പരിചയം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ചോദ്യം അവൻ ചോദിക്കണം. അവിടെ കുരുത്തക്കേട് പറ്റുമോ? അപകടം സംഭവിക്കുമോ? ഇതുകൊണ്ട് എന്റെ കുടുംബത്തിന് വല്ല ബാധയും ഉണ്ടാകുമോ? പേടിക്കണ്ട. അള്ളാഹുവിന്റെ റസൂൽ എത്ര മഹോന്നതനാണ്. ആ റസൂലിന്റെ അടുക്കൽ വന്ന് സഹാബത്ത് ചോദിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉസ്താദുമാരുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു പഠിക്കാം. ഈ പറഞ്ഞതിനുള്ള തെളിവെന്താണ്? ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള തെളിവെന്താണ്? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? സ്വഹാബത്തിന് പരിചയമുണ്ടോ എന്ന് ചോദിക്കൽ നിർബന്ധമാണ്. എന്തേ കാരണം? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ വഫ്തറഖത്തിൽ നസാറ അലാ 72 ഫിർഖ വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖ. ജൂത ക്രൈസ്തവർ 71ഉം 72ഉം കക്ഷികളായി ഭിന്നിച്ചു. എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒരു ടീം ഒഴികെ. ഒരു ടീം ഒഴികെ. അപ്പൊ ചില ആൾക്കാർ വിചാരിക്കുന്നത് വാശി കൊണ്ടാണ്, വക്കാണം കൊണ്ടാണ്, ഇവർ രണ്ടും രണ്ടായതുകൊണ്ടാണ്. നോ, അങ്ങനൊന്നില്ല. വാശിയും വൈരാഗ്യം ഇവിടെ ഇല്ല. ആരും ആരുടെ ചെലവിലുമല്ല കഴിയുന്നത്. എല്ലാവരും അധ്വാനിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ട് വാശിയും വക്കാണത്തിന്റെ വൈരാഗ്യത്തിന്റെ ആവശ്യമില്ല സഹോദരന്മാരെ. പിന്നെ എന്താ നിങ്ങള് ഈ ഹദീസ് ഉള്ളത് കൊണ്ടാണ് പ്രശ്നം. ഈ ഹദീസിൽ എന്താ ഉള്ളത്? നബി പറയാണ്, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒരു ടീം ഒഴികെ. സഹാബത്ത് ചോദിക്കാൻ, നബിയെ ആരാണ് 72 കക്ഷി എന്നല്ല, പിന്നെയോ ആ സ്വർഗത്തിൽ പോകുന്ന ഒരു കക്ഷി ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി.
മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഇന്നേ ദിവസം ഏതൊരു വിശ്വാസത്തിൽ, ഏതൊരു കർമ്മത്തിൽ, ഏതൊരു ദീനീ കാഴ്ചപ്പാടിലാണോ മുന്നോട്ട് പോകുന്നത്, ആ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കണം അവര്. ഇവിടെ ഒരു കാര്യം വേർതിരിഞ്ഞ്, എന്താ, എല്ലാ ടീമും ഖുർആനാണല്ലോ ഓതുന്നത്, എല്ലാവരും ഹദീസാണല്ലോ പറയണത്, എല്ലാവർക്കും സ്വഹാബത്തിന് കൊള്ളയാണല്ലോ ഉദ്ധരിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയപ്പം നമ്മൾ സത്യം തിരിച്ചറിയുക, സത്യം മനസ്സിലാക്കുക എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കാറുണ്ട് ചില ആൾക്കാർ. നബി കറക്റ്റ് അത് രണ്ടും രണ്ടാക്കി മുറിച്ചം തന്നുണ്ട്. എന്താണ് അളവുകോല്? നബിയും സഹാബത്തിനും പരിചയമുണ്ടോ? അതാണ്. നബിക്കും സഹാബത്തിനും പരിചയമുണ്ടോ? ആരാ നബി? വഹീ ലഭിക്കുന്ന നബിയാണ്. ആരാ സഹാബത്ത്? ഈ ഉമ്മത്തിൽ ഏറ്റവും പുണ്യവാളന്മാർ. അബർറഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ അഅമഖഹാ ഇൽമാ വഅഖല്ലുഹാ തകല്ലുഫാ ഖൗമുൻ ഇഖ്താറഹുല്ലാഹ് ലിസുഹ്ബത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നല്ലല്ലപ്പാ. എന്താ പറഞ്ഞത്? ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായ ആളുകൾ അവരാ സഹാബത്ത്. ദീനിൽ അഗാധമായ പാണ്ഡിത്യമുള്ളവർ, അഖല്ലുഹ തകല്ലുഫ, യാതൊരു തരത്തിലുമുള്ള അഭിനയങ്ങളുമില്ലാത്തവർ. ഈ ലോകത്ത് അള്ളാന്റെ റസൂലിന്റെ കൂടെ ആരാണ് ജീവിക്കേണ്ടത് എന്ന് പടച്ചറബ് തെരഞ്ഞെടുത്ത മുത്തുമണികളാണ് സഹാബത്ത്. വഅസ്ഹാബി അമനത്തുല്ലി ഉമ്മത്തി, എന്റെ സഹാബത്ത് ഈ ഉമ്മത്തിന് പ്രൊട്ടക്ഷനാണ്. ഖൈറു ഉമ്മത്തി ഖർനി, എന്റെ ഉമ്മത്തിൽ ഏറ്റവും നല്ല തലമുറ എന്റെ കൂടെ ജീവിച്ച തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവർക്ക് ശേഷം വന്ന താബിഈകളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവർക്ക് ശേഷം വന്ന തബഉ താബിഈകളാണ്. ഇവരാണ് ഖുറൂനുൽ മുഫദ്ദല, അല്ലാഹു ആദരിച്ച ശ്രേഷ്ഠരായിട്ടുള്ള ആദ്യത്തെ 3 തലമുറ. ഈ തലമുറക്ക് പരിചയം വേണം. നബി വഹി കിട്ടുന്ന ആളാണ്. നബി അത് ഓതി കേൾപ്പിച്ചത് ആർക്കാ? സ്വഹാബത്തിനാണ്. സ്വഹാബത്ത് പറയാൻ നബി 10 ആയത്തുകൾ എടുക്കും, അതിന്റെ വിശദീകരണങ്ങൾ പഠിപ്പിച്ചു തരും. അതിലൊരു ആയത്ത് ഞങ്ങൾ പുറത്തേക്ക് എടുത്തിട്ട് അതിലുള്ള വിശ്വസിക്കാനുള്ളത് വിശ്വസിക്കും, കർമ്മമാക്കാനുള്ളത് കർമ്മമാക്കും, സ്വഭാവം ഞങ്ങൾ ജീവിതത്തിന്റെ പ്രാവർത്തികമാക്കും. എന്നിട്ട് 2ാമത്തെ ആയത്തെടുക്കും, അത് ഇതുപോലെ ഉൾക്കൊള്ളും. എന്നിട്ട് 3ാമത്തെ ആയത്തെടുക്കും, അത് ഇതുപോലെ ഉൾക്കൊള്ളും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങൾ എവിടെ ഇറങ്ങി, ഏത് സാഹചര്യത്തിൽ ഇറങ്ങി, അവയിൽ എന്ത് പ്രതിപാദിക്കുന്നു എന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി എനിക്കറിയാം. ആരാ? റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ നബി എന്താ പറഞ്ഞത്? ഞാനും എൻ്റെ സ്വഹാബത്തും നിലക്കൊണ്ട മാർഗത്തിൽ നിലക്കൊള്ളുന്നവരാരാണോ അവരാകുന്നു വിജയികൾ എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ മരിക്കണീന്റെ മുമ്പ് സഹോദരന്മാരെ, നമ്മളൊക്കെ ചെയ്യുന്ന കാര്യത്തിന് തെളിവുണ്ടോ, നബിയിലേക്ക് എത്തുമോ ഇല്ലേ എന്ന് നമ്മൾ നന്നായി പരിശോധിക്കണം. ചില ആൾക്കാർ പറയും നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, നമുക്ക് ഏതെങ്കിലും മദ്ഹബ് പിൻപറ്റിയ പോലെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ലാ തുഖല്ലിദ്നി, നിങ്ങൾ എന്നെ തഖ്ലീദ് ചെയ്യരുത്, നിങ്ങൾ ഇമാം മാലിക്കിനെ തഖ്ലീദ് ചെയ്യരുത്. വല ശാഫിഈ, ഇമാം ശാഫിഈയെ നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത്. പിന്നെയോ അവർ എന്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നതാണ് നിങ്ങൾ നോക്കേണ്ടത്. എന്താ പറഞ്ഞത്? ഇമാം ഷാഫി പറഞ്ഞല്ലോ, ഇമാം അഹമ്മദ് പറഞ്ഞല്ലോ, ഇമാം മാലിക് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ആരും ഞങ്ങളെ പിന്നാലെ കൂടണ്ട. ഞങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് എന്ത് വച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നാ നിങ്ങൾ നോക്കേണ്ടത്. ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സ്വഹീഹായി വന്നാൽ ആ ഹദീസിനെതിരാണ് ഞങ്ങൾ പറഞ്ഞത് എങ്കിൽ ആ ഹദീസാണ് ഞങ്ങളുടെ മദ്ഹബ്, അല്ലാതെ ഞങ്ങളുടെ വാക്കുകൾ സ്വീകരിക്കണ്ട. കാരണം എന്താ? പ്രമാണത്തോടാണ് പ്രതിബദ്ധത. കാരണം പ്രമാണം പടച്ചോൻ്റെതാണ്. നമുക്കതിൽ കൈയടത്താൻ പറ്റൂല, നമുക്കതിന്റെ ഹർക്കത്ത് മാറ്റാൻ പറ്റൂല, നമുക്കതിനെ ദുർവ്യാഖ്യാനിക്കാൻ പറ്റൂല. നബിയും സ്വഹാബത്തിനും പരിചയമില്ലാത്ത ഒരു കാര്യത്തിന് നമ്മളൊരു ആയത്തോതിയാൽ ആ ആയത്തിന് നബിയും സ്വഹാബത്തും എന്ത് ചെയ്തു എന്ന് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. നബി ആയത്തും ഹദീസിന്റെയും അർത്ഥം ഇതായിരുന്നെങ്കിൽ അവർ എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന ചോദ്യത്തിന് ഇവിടുത്തെ പണ്ഡിതന്മാർ സാധാരണക്കാർക്ക് മറുപടി കൊടുത്തേ പറ്റൂ.
ഇവിടുത്തെ സാധാരണക്കാർ അതിനുള്ള മറുപടി അവരോട് പ്രമാണബദ്ധമായി ചോദിച്ചേ പറ്റൂ. നിങ്ങൾക്ക് അറിവില്ലാത്തവരാണോ, സാധാരണക്കാരാണോ, നിങ്ങൾ പോയിട്ട് ചോദിക്കൂ നിങ്ങളുടെ ഉസ്താദുമാരോട് കിതാബിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന്. ആ ബാധ്യത നമുക്കുണ്ട്. ചോദിക്കാനുള്ള എല്ലാ കാരണങ്ങളും പറഞ്ഞിട്ടാണ്. ഉസ്താദുമാർക്കെതിരെ സംസാരിക്കുക, അവരോട് ചോദിക്കാൻ പാടില്ല, അവർ പറഞ്ഞ് അതുപോലെ അനുസരിക്കണം, അവരൊക്കെ വലിയ വലിയ ആളുകളാണ്, പരലോകത്ത് അവർ വന്നിട്ട് നിങ്ങളെ കൈ പിടിക്കും. ചോദിക്കാനുള്ള എല്ലാ മാർഗങ്ങളും, ചോദിക്കാനുള്ള എല്ലാ ഡോറും അടച്ചു വെച്ചിട്ടുണ്ട്. ഞാനെങ്കിലും ഒരാൾ ഖുർആൻ പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ട് ഈ പറയണൊക്കെ തെറ്റാന്നോന് ബോധ്യപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഖുർആനും ആരും പഠിക്കണ്ട. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ. ആരും ഇനി ഖുർആൻ തർജമ ചെയ്യരുതെന്ന അറബി മലയാളത്തിൽ ആദ്യം ഇറങ്ങിയ പുസ്തകമാണ് അല്ലേ. എന്ത് ഖുർആൻ തർജുമ ചെയ്യാൻ പാടില്ല. എന്ത് തർജുമ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പഠിച്ചാളൂ. പണ്ഡിതന്മാർ വല്ലതും പറഞ്ഞാൽ തെളിവ് ചോദിക്കാൻ പാടില്ല. അത് വഹാബികളുടെ സ്വഭാവമാണ്. അല്ല, അതൊരു മുസൽമാന്റെ സ്വഭാവമാണ്. അത് ഖുർആൻ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ചോദിച്ചു പഠിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് നമുക്ക് മാതൃക കാണിച്ചു തന്ന കാര്യമാണ്. അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അയ്യുൽ അമാലി അഫ്ദൽ. അള്ളാഹുവിന്റെ റസൂലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്താണ്? ഏറ്റവും നല്ല കർമ്മം എന്താണ്? പടച്ച റബ്ബിലേക്ക് അടുപ്പിക്കുന്ന കർമ്മം എന്താണ്? ഒരു കാര്യം പഠിപ്പിച്ചു തരൂ, അത് ഞാൻ പ്രവർത്തിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടണം. എല്ലാവരും നന്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ തിന്മയെക്കുറിച്ച് ചോദിക്കുമായിരുന്നു എന്ന് ഹുദൈഫത്തുൽ യമാൻ പറയുകയാണ്. അപ്പൊ നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചൊക്കെ സ്വഹാബത്ത് നബിയോട് ചോദിച്ച് പഠിച്ചിട്ടുണ്ട്. ഇനി ലജ്ജ തോന്നുന്ന കാര്യങ്ങൾ പോലും നബിയോട് ചോദിച്ച് പഠിച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിലങ്ങുതടിയായി പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരി നബിയുടെ മുന്നിൽ വന്ന് അവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട, അവരുടെ ലൈംഗിക ജീവിതവുമായി ബന്ധപ്പെട്ട സംശയം ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടി കൊടുത്തിട്ട് റസൂലുള്ള പറഞ്ഞത്, സത്യം പറയുന്നിടത്ത് പടച്ച റബ്ബ് ലജ്ജ കാണിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് ആരും പേടിക്കണ്ട, ധൈര്യമായിട്ട് പോയി ചോദിക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും തെളിവുണ്ടായിരിക്കണം. തെളിവില്ലെങ്കിൽ എന്താണ്? തെളിവില്ലാതെ പോയാൽ അത് ബിദ്അത്താകും. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീനിൽ ഞാൻ പഠിപ്പിക്കാത്തത് ആരെങ്കിലും ചേർത്താൽ അത് ഗൈറു മഖ്ബൂൽ, അത് സ്വീകരിക്കപ്പെടാത്ത കർമ്മമായി മാറും, അത് തള്ളപ്പെടുന്ന കർമ്മമായി മാറും, അത് ദീനല്ലാതായി മാറും. എന്താണോ റസൂലുള്ള പഠിപ്പിച്ചത് അത് മാത്രമാണ് ദീന്. അന്നില്ലാത്ത ഒന്നും ദീനല്ല. അവിടെയാണ് തൗഹീദിനൊപ്പം സുന്നത്ത് ഇമ്പോർട്ടന്റ് ആകുന്നത്. പിശാചിന്റെ തന്ത്രം എന്താ അറിയോ? മനുഷ്യനെ ശിർക്കിലേക്കും കുഫറിലേക്കും നയിക്കുക എന്നുള്ള. അതിന് പിശാചിനൊരാളെ കിട്ടിയില്ലെങ്കിലോ പിശാച് അടുത്ത തന്ത്രം പയറ്റുന്നത് അവനെ ബിദ്അത്തിലേക്ക് കൊണ്ടുപോകലാണ്. കാരണം എന്താണ്? ബിദ്അത്ത് ചെയ്യുന്നവൻ നന്മയല്ലേ, പുണ്യമല്ലേ, സ്വർഗത്തിലേക്കുള്ളതല്ലേ, നബിയുടെ കൂടെ സ്വർഗത്ത് പോകാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഒരാൾ ബിദ്അത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ശൈത്താൻ എളുപ്പാ. കള്ളു കുടിക്കണവനൊരു മനസ്താപം ഉണ്ടാവും, മോഷ്ടിക്കണവനൊരു ഇടങ്ങേറുണ്ടാവും, ഏത് തെറ്റ് ചെയ്യണൊരു മനസ്സാക്ഷി കുത്തുണ്ടാവും. എന്നാൽ ദിക്റിന് പോകുന്നവന്, നബിദിനത്തിൽ റാലിക്കിറങ്ങുന്നവന് ഓന് മനസ്താപമില്ല. കാരണം എന്താണ്? നബിയോടുള്ള സ്നേഹം ഇങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നാണ് ആയത്തും ഹദീസും ഓതിയിട്ട് പണ്ഡിതന്മാർ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അവർ ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഈ ആയത്തും ഈ ഹദീസുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തേ സ്വഹാബത്ത് ചെയ്യാതിരുന്നോ? നബിക്ക് വേണ്ടി, നബിയെ ദീനിന് വേണ്ടി എല്ലാം ത്യജിച്ച, സമ്പത്തും ശരീരവും ത്യജിച്ച, നാട് തന്നെ വിട്ടുപോയ അള്ളാഹുവിന്റെ റസൂലിന് ചുറ്റും സ്വന്തം ശരീരം പരിചയാക്കി പിടിച്ചു നിർത്തി ഉഹുദിന്റെ രണഭൂമിയിൽ നബിക്ക് നേരെ വരുന്ന കൂരമ്പുകൾക്ക് സ്വന്തം വിരിമാറ് പിളർത്തി കാണിച്ചു കൊടുത്ത ആ സ്വഹാബത്ത് എന്തേ ഈ ഹദീസ് കണ്ടില്ലേ, ഈ ആയത്ത് കണ്ടില്ലേ എന്ന് ചോദിക്കാൻ ഇവിടുത്തെ സാധാരണക്കാർ മനസ്സ് കാണിച്ചിടത്തൊക്കെ മാറ്റമുണ്ടായിട്ടുണ്ട്. എന്റെ വല്യുമ്മ ഓതുന്ന സബീനയാണിത്, ഇത് പറ്റുമോ ഉസ്താദേ, നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിടത്താണ് ഒരു പറ്റം ഉസ്താദുമാർ കുടുങ്ങിപ്പോയത്. അത് നബിയും സഹാബത്തും ചൊല്ലിയിട്ടില്ല എന്ന് അവിടെ അയാൾക്ക് ബോധ്യപ്പെട്ട് അവർ ഒന്നിച്ച് സുന്നത്തിലേക്ക് തിരിച്ചു വന്നു. എന്താ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ? ഓരോ ഉസ്താദുമാർക്ക് തോന്നുന്ന ഓരോ ആചാരങ്ങളും പുണ്യങ്ങളും ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറകെ അതിന്റെ മേലെ സുന്നത്ത് ജമാഅത്ത് എന്നൊരു മേമ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അത് സുന്നത്ത് ജമാഅത്ത് ആകുമോ? സുന്നത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതമാണ്. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഹാബത്തിന്റെ അംഗീകാരമാണ്.
ആ നബിയുടെയും സഹാബത്തിന്റെയും ജീവിതക്രമം സഹോദരന്മാരെ, അത് പിൻപറ്റിയാൽ മാത്രമാണ് നമ്മൾ സ്വർഗ്ഗത്തിൽ പോവുക. അല്ലെങ്കിൽ ബിദ്അത്താണ്, ബിദ്അത്ത് ദലാലത്താണ്, ദലാലത്ത് നരകത്തിലാണ്. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ റസൂലിന് എതിരെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ മാരകമായ ഫിത്ന ബാധിക്കുന്ന പ്രശ്നമാണ്. എന്താ പറയണത്? ഞമ്മക്ക് പരലോകത്ത് നബി ഉണ്ടാകും, അവർക്ക് ഉണ്ടാകൂല അല്ലേ? ഞമ്മക്ക് നബി ഉണ്ടാകല്ല ചെയ്യാ. അള്ളാന്റെ റസൂല് ചെയ്യാത്തൊരു കാര്യം ദീനിന്റെ പേരിൽ ചെയ്താൽ അള്ളാന്റെ റസൂല് പറയാണ് ഫറത്തുക്കും അലൽ ഹൗദി, എന്റെ ഹൗദിങ്കിൽ വെച്ച് ഞാൻ നിങ്ങളെ കാത്തിരിക്കും. ദൂരെ നിന്നൊരു ജനതയെ കാണും, വിളിച്ചു പറയും അല്ലാഹുവേ അസ്ഹാബി അസ്ഹാബി, എന്റെ അനുയായികളാണ് വരുന്നത്. അള്ളാഹ് നബിക്കിടയിൽ ഒരു മറയിടും. എന്നിട്ട് അല്ലാഹു പറയും ഫഇന്നക ലാ തദ്രീ മാ അഹ്ദസൂ ബഅദക. നമ്മളെ നബി നമ്മക്ക് ഹൗദും കൗസർന്ന് വെള്ളം തരണ്ടേ, അതുകൊണ്ട് നിങ്ങൾ നാരിയ സ്വലാത്ത് ചൊല്ലിക്കോളി, ഖുതുബിയത്തും അദ്ദാദും റാത്തീബും നടത്തിക്കോളി എന്ന് പറയുന്ന ആൾക്കാരില്ലേ, അവരോട് പോയി ചോദിക്കണം, ഇത് നബിക്ക് പരിചയമുണ്ടോ? നബിക്ക് പരിചയമില്ലെങ്കിൽ നാളെ ഹൗദും കൗസറിങ്കിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ആട്ടി ഓടിക്കില്ല. ഉസ്താദേ, നിങ്ങൾക്ക് പടച്ചോനെ പേടിയില്ലേ? ഞങ്ങളെ നരകത്തിലേക്ക് നയിക്കുകയാണോ സ്വർഗത്തിലേക്ക് നയിക്കുകയാണോ? നിങ്ങൾ പ്രമാണം വെച്ച് പറഞ്ഞോളൂ, നിങ്ങൾക്ക് വേണ്ട ശമ്പളം ഞങ്ങൾ തന്നോളാം, നിങ്ങൾക്ക് വേണ്ട ശമ്പളം ഞങ്ങൾ തന്നോളാം. ഖുർആനും സുന്നത്തും ശരിയായി വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ പള്ളിയിലുള്ള ഖതീബുമാർക്ക്, ഉസ്താദുമാർക്ക്, ഈ നാട്ടുകാർ വകവെച്ചു കൊടുക്കുമെങ്കിൽ, അതിന് നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ അവർ സത്യം തുറന്നു പറയും. ഒരു സംശയവുമില്ല, സത്യം തുറന്നു പറയും. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്താൽ നബി വെള്ളം തരില്ല, ആട്ടി ഓടിക്കുക ചെയ്യുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാറ്റിനും ഒരു അസ്ലു വേണം. അതാണ് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബ് ത്വഹാറ രചിക്കുമ്പോൾ, മിൻഹാജു ത്വാലിബീൻ രചിക്കുമ്പോൾ, ഇമാം അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ഇമാം ഷാഫിഈയെ അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം വുളൂഇന്റെ രൂപങ്ങൾ തന്റെ കിതാബിൽ എഴുതി ചേർക്കുന്നത്. അപ്പോൾ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ വുളു എടുക്കുമ്പോൾ ഓരോ അവയവങ്ങളും കഴുകുന്ന സന്ദർഭത്തിൽ അർത്ഥവത്തായ പ്രാർത്ഥനകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. മുഖം കഴുകുമ്പോൾ പടച്ചോനെ എൻ്റെ മുഖത്ത് നരകത്ത് നകറ്റണമേ, കൈകളെ ഹറാമിൽ നിന്ന് തടുക്കണമേ. അങ്ങ് നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള, നല്ലതല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങേയറ്റം നല്ലതായ ഒരു പ്രാർത്ഥനയാണ്. നിരവധി പ്രാർത്ഥനകളാണ് ഇമാം ഷാഫിഈ എടുത്തു കൊടുത്തത്. അത് കണ്ട ഇമാം നവവി എന്താ ചെയ്തത്? അദ്ദേഹം പരിശോധിച്ചു, ഇത് ഏതെങ്കിലും ഹദീസിലുണ്ടോ, നബി പറഞ്ഞതിന് തെളിവുണ്ടോ, ചെയ്തതിന് തെളിവുണ്ടോ, സ്വഹാബത്തിന് ഇത് സാക്ഷിയാണോ? നോക്കിയപ്പോ കണ്ടില്ല. കാണാത്തതുകൊണ്ട് ഇമാം നബി എന്ത് ചെയ്തു? ഇമാം ഷാഫിയൊക്കെ വലിയ വലിയ ആളുകളല്ലേ, നമ്മളൊക്കെ അവരെ താഴെയുള്ളവരല്ലേ, അവരൊക്കെ പറഞ്ഞാ പിന്നെ നമ്മൾ ചോദ്യം ചോദിക്കണ്ടല്ലോ, നമ്മളത് അതുപോലെ സ്വീകരിക്കല്ലേ വേണ്ടത് എന്നൊന്നും പറയല്ല ചെയ്തത്. മറിച്ച് എന്താ ചെയ്തത്? വഖദ് ഹദഫ്തു ദുആ അൽ അദാഇ ഇദ് ലാ അസ്ല ലഹു. ഇമാം ഷാഫിഈ വുളു എടുക്കുമ്പോൾ എടുത്തു കൊടുത്ത അവയവങ്ങൾ കഴുകുമ്പോഴുള്ള ദുആ എന്റെ കിതാബിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തു. കാരണം ഇദ് ലാ അസ്ല ലഹു, അതിന് ദീനിൽ അസ്ലില്ല. നോട്ട് ദി പോയിന്റ്. എഴുതി വെച്ചോളി. ദീനാകണമോ? എവിഡൻസ് വേണം. ഇസ്ലാം ഈസ് ഈക്വൽ ടു എവിഡൻസ്. ഇസ്ലാമിൽ ഒരു കാര്യം പറയണമെങ്കിൽ തെളിവ് വേണം. ഇന്ന ഹോജ ചെയ്തു, ഇന്ന മഹാൻ ചെയ്തു, ഇന്ന മാലയിലുണ്ട് എന്നല്ല അല്ലേ. മരിക്കുമ്പോ അള്ളാനെ വിളിക്കണോ, മൊയ്തീൻ ശൈഖിനെ വിളിക്കണോ? ഉസ്താദിന്റെ മറുപടി മൊയ്തീൻ ശൈഖിനെ വിളിക്കണം. മൊയ്തീൻ ശൈഖിനെ വിളിച്ചാൽ മൊയ്തീൻ ശൈഖ് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് തരും. അതല്ലേ ശൈഖ് അവர்கள் പറഞ്ഞത്, എന്നെ പിടിച്ചോർക്ക് ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. തെളിവാണത്. മൊയ്തീൻ മാലയ്ക്ക് എത്ര കൊല്ലം പഴക്കണ്ട് പരിശോധിക്ക്, എത്ര കൊല്ലം പഴക്കണ്ട്. ഈവൻ മൊയ്തീൻ ശൈഖ് റഹിമഹുല്ലയുടെ ശിഷ്യന്മാർക്ക് പോലും പരിചയമില്ല ഈ മാല. മനസ്സിലായില്ലേ? എന്നിട്ട് മരിച്ചു പോകുന്ന സമയത്ത് ഒരാൾ അല്ലാന്ന് വിളിക്കൂ, യാ അമ്മ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, പൊന്നളാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. അതിനു മുമ്പ് നല്ല ആൾക്കാരില്ലാത്തോണ്ടാണോ? ഇബ്രാഹിം നബിയില്ലേ, ഈസാ നബിയില്ലേ, ഒരുപാട് മഹാന്മാരില്ലേ. ഈ ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ ആരായിരുന്നു?
വദ്ദും സുവാവും യഊസും യഊഖും നസ്റും ഒക്കെ ആരായിരുന്നു? ഇവരെയൊന്നും പേരറിയാത്തത് കൊണ്ടാണോ അള്ളാഹുവിന്റെ പ്രവാചകൻ വിളിക്കാൻ പറഞ്ഞത്? എന്താ? ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയടാപ്പാ. അതല്ലേ പ്രമാണത്തിലുള്ള തെളിവ്? അതിനെതിരല്ലേ ഉസ്താദ് ഈ പറഞ്ഞ തെളിവ്? ഉസ്താദിനൊരു ആയത്തോതാൻ പറ്റിയിട്ടുണ്ടോ? ഒരു ഹദീസ് പറയാൻ പറ്റിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞത് വെറും 700 കൊല്ലം പഴക്കമുള്ള വൈദ്യമാലയിലെ വരിയാണ്. അപ്പൊ തെളിവ് എവിടെ? അപ്പൊ സഹോദരന്മാരെ, തെളിവ് അത്യാവശ്യമാണ്, എവിഡൻസ് അത്യാവശ്യമാണ്. കാരണം എന്താ? ഈ ദീന് അള്ളാന്റെതാണ്, അതിന് തെളിവ് വേണം. അല്ല പറഞ്ഞതാണ്, അല്ല അറിയിച്ചതാണെന്ന് തെളിവ് വേണം. ഇബാദത്ത് ആർക്കുണ്ടാക്കാൻ പറ്റൂല, നബിക്ക് പോലും. ഇബാദത്ത് തൗഖീഫിയാണ്. എന്ന മുആമലത്ത് അങ്ങനെയല്ല. മുആമലാത്തുകളിൽ ഹറാമ് കടന്നുകൂടുന്ന നോക്കിയാൽ മതി. എന്ത് ബിസിനസ്സും ചെയ്യാം, പക്ഷെ ഹറാമ് കയറരുത്. എന്ത് ഡ്രസ്സും ധരിക്കാം, ഹറാമ് ആയി പറഞ്ഞത് വരരുത്. എന്ത് ഭക്ഷണം കഴിക്കുക, എന്ത് പാനീയവും കുടിക്കാം, പക്ഷേ ഹറാമായിട്ട് അല്ല മെൻഷൻ ചെയ്ത കാര്യങ്ങൾ ഭക്ഷണത്തിലും വെള്ളത്തിലൊന്നും കയറാൻ പാടില്ല. എന്നാൽ ഇബാദത്ത് അങ്ങനെയാണോ? ആണോ? ഇപ്പൊ കഴിഞ്ഞ 2 മാസം മുമ്പ് നബിദിനം വിഷയത്തിൽ ഉളിമാട് വെച്ച് നടന്ന സംവാദത്തിൽ അവിടെ സ്ഥാപിച്ചതാണ്, ദീനിന് എതിരായാലേ ബിദ്അത്താകൂ. ദീനിന് എതിരായാലേ ബിദ്അത്താകൂ. അത് ദീനല്ല. അങ്ങനെയല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചത്, അങ്ങനെയല്ല ദീന് പഠിപ്പിച്ചത്. പിന്നെന്താണ്? ദീനിൽ അസ്ലില്ലാത്ത കാര്യം, അല്ലാഹുവിന്റെ റസൂലിനും സ്വഹാബത്തിനും പരിചയമില്ലാത്ത കാര്യം, അസ്ലില്ലാത്തത് ബിദ്അത്താണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ, തറാവീഹ് ജമാഅത്തായി നിസ്കരിക്കുക എന്നതിന് അസ്ലുണ്ട്. നബി നിസ്കരിച്ചിട്ടുണ്ട്, സ്വഹാബത്ത് നിസ്കരിച്ചിട്ടുണ്ട്. നബിയുടെ കാലശേഷം അവിടുത്തെ സ്വഹാബി വനിതമാർ, നബിയുടെ ഉമ്മമാർ നിർവഹിച്ചിട്ടുണ്ട്. അത് അസ്ലുള്ള സംഗതി തന്നെയാണ്. പിന്നെ എന്തേ ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞത്? നല്ല ഒരു ബിദ്അത്ത് എന്ന് പറഞ്ഞത് ഈ സാങ്കേതിക ഭാഷയിലെ ബിദ്അത്തല്ല. പിന്നെന്താണ്? അത് ഭാഷാ പ്രയോഗമാണ്. അത് ഭാഷാ പ്രയോഗമാണെന്ന് പണ്ഡിതന്മാർ, ഇബ്നു ഹജർ ഹൈതമിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ഭാഷാ പ്രയോഗമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ബിദ്അത്തുൻ ഹസന, ബിദ്അത്തുൻ സയ്യിഅ അങ്ങനെ ഒന്നില്ല. ദീനിൽ അടിസ്ഥാനമില്ലാത്തത്, റസൂലുള്ളാഹി പഠിപ്പിക്കാത്തത് ഫഹുവ റദ്ദുൻ, അത് ദീനല്ല, അത് തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കണം അല്ലേ? നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിനൊക്കെ തെളിവുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് നബി എന്താ ചെയ്തിരുന്നത്? സഹോദരന്മാരെ ചോദിക്കുക നിങ്ങൾ ഉസ്താദുമാരോട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ ഖാമ നിസാഉ ഹീന യഖ്ദി തസ്ലീമഹു വമകത യസീറൻ ഖബ്ല അൻ യഖൂമ. അല്ലാഹുവിന്റെ റസൂല് നിസ്കാരം കഴിഞ്ഞ എണീറ്റ് പോവും. ബാക്കിൽ പെണ്ണുങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ പ്രവാചകൻ അവർ പോകാനുള്ള സമയം അത്രയ്ക്ക് അവിടെ ഇരിക്കും. മനസ്സിലായില്ലേ? നബിയുടെ പതിവ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി എണീറ്റ് പോല. ചിലപ്പോ അവിടെ ഇരിക്കും. എന്തിന്? സ്ത്രീകൾ പോകാൻ വേണ്ടി. അവിടെ നബിയുടെ പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ വാണിപ നേർച്ചക്ക് കാലിക്കറ്റ് ബീച്ചിന്റെ പരിസരത്ത് 2 മണിക്കും 3 മണിക്കും സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക് തെണ്ടി നടക്കാൻ ഇവിടുത്തെ ഉസ്താദുമാർ അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാന്യമായി ഇസ്ലാമിക വേഷം ധരിച്ച് സ്ത്രീക്ക് ഏറ്റവും സുരക്ഷിതമായി പടച്ചറബിന്റെ ഭവനത്തിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കുമ്പോഴേക്ക് ഫിത്നയുണ്ടാകുമെന്ന് പറയുന്ന ഉസ്താദുമാർ, അവർ അള്ളാഹിനോട് എന്ത് മറുപടി പറയും? ചിന്തിക്കേണ്ടതാണ്. സാന്ദർഭികമായി ഓർമ്മിച്ചു എന്നേ ഉള്ളൂ. ആയിഷ ബീവി പറയാണ്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ ബീവി പറയുന്ന ഹദീസ് കാണാം, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ ലം യഖഉദ് ഇല്ലാ മിഖ്ദാർ. നബി സലാം വീട്ടിയ കുറച്ചേരം അവിടെ ഇരിക്കുള്ളൂ. അല്ലാഹുമ്മ അൻതസ്സലാമു മിക്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്ന സമയം അത്ര, അത് പറയാനുള്ള സമയം നബി ഇരിക്കുള്ളൂ. നബി അവിടെ നിന്ന് എണീറ്റ് പോകുമായിരുന്നോ? ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൂട്ടുപ്രാർത്ഥനയുടെ ഹുക്കം എന്താണ്? അതിന്റെ തെളിവെന്താണ്? 5 നേരവും അല്ലേ നിസ്കാരം കഴിഞ്ഞ് ഇമാം തിരിഞ്ഞു നിന്ന് അനുയായികളെ ചേർത്തിട്ട് ഒരു കൂട്ടുപ്രാർത്ഥന നടത്തുന്നുണ്ടല്ലോ, അതിന്റെ തെളിവെന്താണ്? അതിന് ഇമാം ഷാഫിയുടെ സപ്പോർട്ടുണ്ട് എന്ന് പറയാം. ഇമാം ഷാഫി അതൊരു സ്ഥിരം ആചാരമായി സമ്പ്രദായമായി നിർദ്ദേശിച്ചിട്ടില്ല എന്നത് അത് പറയുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം. സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ് പറയുന്നത്.
മാത്രവുമല്ല, ഇമാം ഷാഫിയെ പോലുള്ള ഷാഫിഈ മദ്ഹബിലെ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? ഇസ്തഹബ്ബുൽ ലിൽ ഇമാമി ഇദാ സല്ലമ അൻ യഖൂമ മിൻ മുസല്ലാഹു അഖിബ സലാമിഹി ഇദാ ലം യകുൻ ഖൽഫഹു നിസാ. പുരുഷന്മാരുടെ പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ സലാം വീട്ടിയ ഉടനെ ഇമാം എഴുന്നേൽക്കലാണ് ഏറ്റവും മുസ്തഹബായത്, അതാണ് ഏറ്റവും അഭികാമ്യമായത്, ഏറ്റവും നല്ലതായത് എന്ന് ഇമാം നബവി റഹിമഹുല്ല പറയുന്നു. ഇമാം ഇബ്നു ഹജർ ഹൈതമി തുഹ്ഫയിൽ പറയുന്നു, വൽ അഫ്ദൽ ലിൽ ഇമാമി ഇദാ സല്ലമ അൻ യഖൂമ മിൻ മുസല്ലാഹു അഖബ സലാമിഹി ഇദാ ലം യകുൻ ഖൽഫഹു നിസാ. ഷാഫിഈ പണ്ഡിതന്മാർ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ പറയുന്ന വാക്കാണിത്. പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ ഇമാം എണീക്കലാണ് ഏറ്റവും അഫ്ദൽ എന്ന് പറഞ്ഞത് ഇബ്നു ഹജർ ഹൈതമിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിശോധിക്കുക, എവിടെയാണ് തെളിവെന്ന് ചോദിച്ച് പഠിക്കുക. സഹോദരന്മാരെ, നമ്മുടെ സമസ്ത പള്ളികളിലെല്ലാം സുബഹിന് കുനൂത്ത് നടക്കുന്നു. പരിശോധിക്കണം, അല്ലാഹുവിന്റെ റസൂലുള്ള കുനൂത്ത് നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. സഹാബത്ത് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹാഫിലീങ്ങളായ 70 സ്വഹാബത്തിനെ ശത്രുക്കൾ കൊണ്ടുപോയി ചതിച്ചു കൊന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസക്കാലം അവർക്കെതിരെ കുനൂത്ത് നിർവഹിച്ചു. ഏത് നിസ്കാരത്തില്? സുബഹില് മാത്രല്ല, എല്ലാ നേര നിസ്കാരത്തിലും നിർവഹിച്ചു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചു എന്നത് ബുഖാരി മുസ്ലിമിൽ കാണാം. അത് അർത്ഥം വെച്ച് വായിച്ച് സാധാരണക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സുബഹിന് മാത്രമുള്ള കുനൂത്ത് പുത്തനാചാരമാണ്. മഹാനായ സഹാബി ഇമാം ബുഖാരി ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. നബി മാലിക് അൽ അസ്ജഈ സഅദ് ഇബ്നു താരിഖ്, അദ്ദേഹം തന്റെ പിതാവിനോട് ചോദിക്കുകയാണ്, ഖുൽതു ലി അബി, ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചു, യാ അബതി, എന്റെ ഉപ്പ, ഇന്നക ഖദ് സല്ലൈത ഖൽഫ റസൂലില്ലാഹ്, നിങ്ങൾ നബിയുടെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്. വ അബീബക്കർ, അബൂബക്കറിന്റെ പിന്നിലും, വ ഉമർ, ഉമറിന്റെ പിന്നിലും, വ ഉസ്മാൻ, ഉസ്മാന്റെ പിന്നിലും, വ അലിയുൻ ഹാഹുനാ ബിൽ കൂഫ ലഹു മിൻ 5 സിനീൻ, കൂഫയിൽ 5 കൊല്ലം നിങ്ങൾ അലിയുടെ പിന്നിലും നിന്ന് നിസ്കരിച്ചിട്ടുണ്ടല്ലോ. ഫകാനൂ യഖ്നുതൂന ഫിൽ ഫജ്ർ, അവരൊക്കെ അവരുടെ ഫജ്റിന്റെ നിസ്കാരത്തിൽ കുനൂത്ത് ചൊല്ലിയിരുന്നോ? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഐ ബുനയ്യ മുഹ്ദസ്, ഇല്ല പൊന്നു മോനെ, അത് ബിദ്അത്താണ്, അത് ദീനിൽ പുത്തനാചാരമാണ്. സുബഹിന് മാത്രമായി സ്പെഷ്യൽ ഒരു കുനൂത്ത്, അത് പുത്തനാചാരമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയണത്, സ്വഹാബത്ത് പറയണത്. മാത്രമല്ല, ഈ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ ഒക്കെ പറയുന്നത് ഇതിന് തെളിവായിട്ടുള്ള ഹദീസുകൾ ഇല്ല എന്നാണ്. നബി മരിക്കും വരെ സുബഹിന് കുനൂത്ത് നിർവഹിച്ചിരുന്നു എന്ന ബൈഹഖിയും ദാറഖുത്നിയും ഉദ്ധരിക്കുന്ന ഹദീസ് ദുർബലമാണെന്ന് പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അബൂ ജാഫർ റാസിയും അതുപോലെ തന്നെ റബീ ഇബ്നു അനസ്, 2 പേര് ആ ഹദീസിൽ സ്വീകാര്യരല്ലാത്ത 2 പേരുണ്ടെന്ന് ഉസൂലുൽ ഹദീസ് കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിശോധിക്കണം, ഈ കുനൂത്ത് സുന്നത്താണോ? കുറച്ച് എക്സാമ്പിൾസ് മാത്രം, മൊത്തം പരിശോധിക്കണം. ഏതെങ്കിലും ഒന്ന് മാത്രമല്ല, മൊത്തം പരിശോധിക്കണം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമ്മൾ കണിശത കാണിക്കണം. റസൂലുള്ള ഐച്ഛികമായി പഠിപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നമ്മൾ അങ്ങേയറ്റം താല്പര്യം കാണിക്കണം. റസൂലുള്ള പഠിപ്പിച്ച ഒരു പുണ്യപ്രവർത്തനം നമുക്ക് എന്തെങ്കിലും കാരണത്താൽ വിട്ടുപോകേണ്ടി വന്നാലും അതിനേക്കാൾ ഗൗരവമാണ് നബി പഠിപ്പിക്കാത്ത ഒരു ഹർഫ് നമ്മൾ ഉച്ചരിക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? ഒരു ഹർഫ് പോലും മാറ്റാൻ നബി സഹാബത്തിന് പെർമിഷൻ കൊടുത്തിട്ടില്ല. എന്താണോ നബി പഠിപ്പിച്ചത് അത് അതുപോലെ തന്നെ ചൊല്ലണം എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കി നിങ്ങൾ, വെള്ളിയാഴ്ച മലയാളത്തിൽ ഖുത്ബ പറഞ്ഞ ബിദ്അത്താണെന്നാ ചില ആൾക്കാർ പറയല്. നബിന്റെ ഖുത്ബ എന്തായിരുന്നു? യഖ്റഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്, ജനങ്ങൾക്ക് ഖുർആൻ ഓതിക്കൊടുത്ത് ഉപദേശം നൽകുമായിരുന്നു. ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ, അള്ളാന്റെ ദിക്റിലേക്ക് നിങ്ങൾ പോകണം. അവിടെ ദിക്റുള്ള എന്ന പദത്തിന് പല മുഫസ്സിറുകളും അർത്ഥം കൊടുത്തത് അമ്മ ദിക്ർ അല്ലദീ അമറല്ലാഹു തബാറക വതആല ബിസ്സഈ ഇലൈഹി ഇബാദഹുൽ മുഅ്മിനീൻ, ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പള്ളിയിലേക്ക് വെള്ളിയാഴ്ച പോകണമെന്ന് അല്ലാഹു കൽപ്പിച്ച ആ കൽപ്പനയിലെ ആ ദിക്ർ എന്നതിന്റെ അർത്ഥം ഫഇന്നഹു മൗഇളത്തുൽ ഇമാം ഫീ ഖുതുബതിഹി, ആ ദിക്റിന്റെ അർത്ഥം ഇമാം വെള്ളിയാഴ്ച ഖുതുബയിൽ ജനങ്ങൾ കൊടുക്കുന്ന ഉപദേശമാണ്. ഈ സമസ്ത പള്ളികളിലൊക്കെ വായിക്കുന്ന ഖുത്ബാത്തിന്റെ ഏട് നബിന്റെ ഖുത്ബയാണോ? ആണോ? ഒരിക്കലുമല്ലല്ലോ.
എത്രയോ പിൽക്കാലത്ത് ഹിജ്റ 768 മരണമടഞ്ഞ ഇബ്നു നബാത്തത്തിൽ പിന്നെ മിസ്രിയുടേതാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഖുത്ബാത്തിന്റെ ഏട്. അതിൽ പല ഭാഗങ്ങളും എതിരാണ്. പോട്ടെ, റബീഉൽ അവ്വൽ 12 ബന്ധപ്പെട്ട അവിടേക്ക് നബിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ പറയണത്. അതൊന്നും പലപ്പോഴും ഓഡിയൻസിന് അറബി പറയണോണ്ട് തിരിയാത്തത് കൊണ്ട് താഴെ തറപ്രസംഗത്തിൽ റബീഉൽ അവ്വൽ 12 ആഘോഷങ്ങൾ പൊടിപിടിക്കാനുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. സഹോദരന്മാരെ, ഖുത്ബ എന്താണ്? മൗഇദത്താണ്. നബിയുടെ ഖുത്ബ എന്തായിരുന്നു? ഖുത്ബത്താനി, 2 ഖുത്ബണ്ട്. യജ്ലിസു ബൈനഹുമാ, അവയ്ക്കിടയിൽ നബി ഇരിക്കും. യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതും. വയുദക്കിറുന്നാസ്, ജനങ്ങൾക്ക് താക്കീത് കൊടുക്കും. ആ താക്കീത് കേട്ട് സ്വഹാബത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? നബി ഖബറിനെ കുറിച്ച് പറയും, മരണത്തെക്കുറിച്ച് പറയും, മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് പറയും, ഇസ്ലാമിക കാര്യങ്ങളെ കുറിച്ച് പറയും. സ്വഹാബത്ത് അലമുറയിട്ട് കരയും. ഹദീസിലില്ലേ, ഈ അറബി ഏട് വായിക്കുമ്പോൾ ആരാണ് കരയുന്നത്? ഈവൻ വായിക്കുന്ന ആൾക്ക് പോലും ഒരു കണ്ണീരോ, അത് വായിക്കുന്ന ആൾക്ക് പോലും ഒരു ഇടർച്ചയോ പകർച്ചയോ ഇല്ലാതെ വായിച്ചു പോകുന്ന സിസ്റ്റം അല്ലേ ഉള്ളത്? ഇതെവിടുന്ന് വന്നു? ആലോചിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. ചിന്തകൾക്ക് വേണ്ടി മാത്രം ചില സൂചനകൾ മാത്രമാണ് നമ്മളിവിടെ നൽകുന്നത്. സഹോദരന്മാരെ, ഖുത്ബയുടെ ഹംദും സലാത്തും അതിന് നിർബന്ധ ഘടകങ്ങളായ റുക്ന് അത് അറബിയിൽ തന്നെ ആകണം. എന്നാൽ ബാക്കി ഭാഗങ്ങൾ ജനങ്ങൾക്കുള്ള അഡ്വൈസ് ആകണമെന്ന് ഇമാം ഷാഫിഈയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് അവരുടെ കിതാബുകൾ നമുക്ക് വായിക്കാൻ പറ്റും. അതുകൊണ്ട് ചിന്തിക്കുക. നിസ്കാരവുമായി ബന്ധപ്പെട്ട കുറേ ബിദ്അത്തുകളുണ്ട്. നിസ്കാരവുമായി ബന്ധപ്പെട്ട കുറേ ബിദ്അത്തുകൾ, നോമ്പുമായി ബന്ധപ്പെട്ട കുറേ ബിദ്അത്തുകൾ, മിഅറാജ് നോമ്പ് അങ്ങനെയുള്ള ബറാഅത്ത് നോമ്പ്, ഇങ്ങനെയുള്ള നോമ്പുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആചരിച്ചിരുന്നുവോ? അതിനൊന്നും ഹുജ്ജത്തിന് പറ്റിയ തെളിവുകളിൽ നിന്ന് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞതാണ്. അതിൽ പറയപ്പെടുന്ന മഹത്വം പറയുന്ന മിഅറാജിന്റെ, ബറാഅത്തിന്റെ നോമ്പ്, അതിന്റെ മഹത്വം പറയുന്ന, അല്ലെങ്കിൽ ആ രാവിന്റെ മഹത്വം പറയുന്ന, പകലിന്റെ മഹത്വം പറയുന്ന എല്ലാ ഹദീസും മൗദൂ ആണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് വായിക്കാൻ കിട്ടും. സഹോദരന്മാരെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ ചെയ്തില്ലേ എന്ന് നോക്കണം. അപ്പൊ ഒരാൾ മരിച്ചാൽ ഒരു മുസ്ലിം വീട്ടിൽ എന്തൊക്കെയാ? ആദ്യം ഒരു യാസീനോത്ത്. തെളിവുണ്ടോ? ഖുർആനോദി മരിച്ചവർക്ക് ഹദിയ ചെയ്യുന്ന സമ്പ്രദായം, അതിനെക്കുറിച്ച് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത്? സൂറത്തുൻ നജ്മിലെ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, വമിൻ ആദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത ശാഫിഈ റഹിമഹുല്ലാഹ് വമൻ ഇത്തബഅഹു അന്നൽ ഖിറാഅ ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ. മരിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഇലാ ഹളറത്തി ചൊല്ലിയിട്ട് നമ്മൾ ഓതുന്നത് അവരിലേക്ക് എത്തുകയില്ല. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അത് അവരുടെ അധ്വാനത്തിലോ അവരുടെ പ്രവർത്തനത്തിലോ പെട്ടതല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വലിഹാദാ ലൻ യൻദുബ ഇലൈഹി റസൂലുള്ളാഹി ഉമ്മതഹു വലാ ഹസ്തഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാ, അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി മരിച്ചവർക്ക് ഖുർആൻ ഹദിയാക്കി വിടുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, സുന്നത്തായി പരിചയപ്പെടുത്തിയിട്ടില്ല, അതിനെ പ്രേരിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്. തീർന്നില്ല. വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിനസ് സഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി. നബി അത് പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു സ്വഹാബിയും അവരുടെ കുടുംബത്തിലോ അവരുടെ കൂട്ടുകാരിലോ ഒരു സ്വഹാബിയോ മരണപ്പെട്ടാൽ അവിടെ പോയി ഖുർആൻ ഓതിയിട്ടില്ല. മരിച്ചവർക്ക് വേണ്ടി അവർ ഖുർആൻ ഓതിയിട്ട് അത് അവർക്ക് പാർസലാക്കിയിട്ടില്ല, അവർക്ക് ഹദിയ നൽകിയിട്ടില്ല. ഏറ്റവും നല്ല ഒരു കർമ്മമായിരുന്നു അതെങ്കിൽ അവർ അത് ചെയ്യണമായിരുന്നല്ലോ എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരന്മാരെ, സലഫികൾക്ക് പറയാനുള്ളത് എവിഡൻസ് ആണ്. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് നബിനോട് ഇഷ്ടമല്ലാത്തോണ്ടല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഈ താടി നബിയോടുള്ള സ്നേഹം കൊണ്ട് വെച്ചതാണ്. നെരിയാണിക്ക് മുകളിൽ പാൻറ് ധരിക്കുന്ന നബിയെ ഫോളോ ചെയ്തുകൊണ്ടാണ്. ജീവിതത്തിലുടനീളം നബിയുടെ സുന്നത്ത് കേട്ടാൽ അത് പ്രാവർത്തികമാക്കാൻ മാത്സര്യം കാണിക്കുന്നവരാണ്. വലിയ അഹന്ത പറയുന്നല്ല, പക്ഷേ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നാൽ അത് പാലിക്കാൻ ജാഗ്രത കാണിക്കുന്നവരാണ് ഞങ്ങൾ. പിന്നെ എന്താ ചിലതൊന്നും ചെയ്യാത്തത്? തെളിവില്ല എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ്. തെളിവ് വേണോ, നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്തൂടെ? പറ്റൂല. നല്ലത് പഠിപ്പിക്കാൻ വന്ന നബി
ആ നബിക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, അത് നല്ലതല്ല എന്നേ പറയാവൂ. നബിക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, അത് നല്ലതല്ല. എല്ലാ നല്ലതും പഠിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്നെന്താ കേരളത്തിൽ ഒരു അറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ധാരാളം ജാറങ്ങൾ കാണാം. ചോദ്യം, അള്ളാഹുവിന്റെ റസൂലുള്ള അവിടുത്തെ സഹാബത്ത് മരിച്ചു പോയപ്പോൾ എന്ത് ചെയ്തു ചോദിക്കൂ. അവരെ എങ്ങനെ ഖബറടക്കി ചോദിക്കൂ. അവരുടെ ഖബറിന്റെ ഹൈറ്റ് എത്രയാണ് ചോദിക്കൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിൽ കുന്തം കൊടുത്തിട്ട് പറഞ്ഞ വാക്കെന്താണ്? അല്ലാ തദ തിംസാലൻ ഇല്ലാ തമസ്തഹ് വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈത. ഉയർന്നു നിൽക്കുന്ന ഒരു ഖബർ പോലും നീ ബാക്കിയാക്കാതെ തട്ടി നിരപ്പാക്കണം എന്നാ റസൂൽ പറഞ്ഞ്. മദീനയിൽ പോയ ആൾക്കാരല്ലേ ഇവിടെ അല്ലേ? എല്ലാവരും പോകണ്ടല്ലോ ഹജ്ജിനും ഉംറക്കും. മദീന പള്ളിന്റെ പിന്നാമ്പുറത്തല്ലേ സ്വഹാബത്തിന്റെ ഖബറുള്ള ബഖീൽ ഉറക്കത്. അവിടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? അവിടെ നിലവിളക്കുണ്ടോ? അവിടെ പച്ച പുതച്ചിട്ടുണ്ടോ? അവിടെ പ്രത്യേക ബോർഡുണ്ടോ? അവിടെ പ്രത്യേക കുറ്റിയുണ്ടോ? അവിടെ പ്രത്യേക പൂരമുണ്ടോ? അവിടെ ആനയെ എഴുന്നള്ളിപ്പിക്കുന്നുണ്ടോ? കിട്ടാത്തത് കൊണ്ടാണോ? ആണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് ആളുകൾ മരിച്ചിട്ട് ഇന്ന് മുസ്ലിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയതിന് തെളിവുണ്ടോ? ചോദിക്കണ്ടേ നമ്മള്? ദീനിന്റെ പേരും പറഞ്ഞിട്ട് ഇതുമായിട്ട് നടക്കുമ്പോ സഹോദരന്മാരെ നമ്മൾ ചോദിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത നൂറുകണക്കിന് കാര്യങ്ങളാണ് ഉടുക്കാനും പുതക്കാനും എന്ന നിലയ്ക്ക് മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നുകൊണ്ടേയിരിക്കുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുമാണ്. മനസ്സിലായില്ലേ? അത് പറഞ്ഞതുമാണ്. എന്റെ ഉമ്മത്തിലെ തത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. എന്റെ ഉമ്മത്ത് ചാണിന് ചാണായും മുഴത്തിന് മുഴവായും ജൂത ക്രൈസ്തവരെ അനുഗമിക്കും. ആരാ ഖബർ കെട്ടിപ്പൊക്കൽ ഉണ്ടാക്കിയത്? ആരാ അവിടെ നേർച്ച ഉണ്ടാക്കിയത്? ആരാ അവിടെ പൂജ ഉണ്ടാക്കിയത്? ചരിത്രം പഠിക്കൂ. ഷിയാക്കളാണ്. ഇസ്ലാം നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന അവരാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ കാഫിറുകൾ എന്ന് മുദ്ര കുത്തുന്നവരാണ്. റാഫിദികളാണ് ജാറത്തിന്റെ ഉടമകൾ അല്ലേ? ഷിയാക്കളിൽപ്പെട്ട ഉബൈദികളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷം ആദ്യമായി തുടങ്ങിയത് ആയത്തോതുന്നുണ്ടല്ലോ, ഫബിദാലിക ഫല്യഫറഹൂ, നിങ്ങൾ അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക. ഈ ആയത്ത് സ്വഹാബത്ത് കേട്ടിട്ടുണ്ട്. അവർ മനസ്സിലാക്കിയത് എന്താണ്? ബൈത്തുൽ മാലിലേക്ക് ഒരുപാട് ഒട്ടകങ്ങൾ വന്നപ്പോൾ മഹാനായി ഉമർ ഇബ്നു ഖത്താബിന്റെ ഭൃത്യൻ പറയാണ്, ഉമറെ സന്തോഷിച്ചോളൂ, പടച്ച റബ്ബ് സന്തോഷിക്കാൻ പറഞ്ഞിട്ടില്ലേ? ഉമർ പറയാണ്, സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോഴല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീന് കൊണ്ട്, അവിടുത്തെ റസൂലിന്റെ സുന്നത്ത് കൊണ്ട്, അവിടുത്തെ ദീനിന്റെ ശറഅ കൊണ്ട് സന്തോഷിക്കണമെന്നാണ് പടച്ചോൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ സ്വഹാബത്ത് എങ്ങനെ ആയത്തിന് മനസ്സിലാക്കിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. നബിനെ എത്രയധികം സ്നേഹിച്ച ആരെങ്കിലും ഉണ്ടോ? ഒരു ചെറിയ കണിക നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ എവിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ സ്വഹാബത്ത് വിട്ടുകളയോ? നോക്കി, അത്ഭുതകരമായ ചരിത്രം. അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ചുരങ്ങ ഇഷ്ടമൊന്നുമല്ല. ഒരിക്കൽ നബിന്റെ കൂടെ ഒരു വിരുന്നിന് പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പച്ചക്കറികളിൽ നിന്ന് ചുരങ്ങ ഇങ്ങനെ തെരഞ്ഞെടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി നബിക്കിത് ഇഷ്ടമാണ്. നബിക്കിത് ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കിയതിൽ പിന്നീട് അനസ് റളിയല്ലാഹു അൻഹു ചുരങ്ങ കഴിക്കാൻ തുടങ്ങി. കാരണം എന്താ? നബിക്കിഷ്ടമുള്ള ഒരു കാര്യം അത്രയും ഇഷ്ടത്തോടെ എടുക്കാൻ അങ്ങനെ നബിനെ ഫോളോ ചെയ്ത ആൾക്കാരാണ് സ്വഹാബത്ത്. ഓലൊക്കെ ആര്? നമ്മളല്ലേ വലുത് എന്ന് പറയാൻ നമുക്ക് എന്താ സഹോദരന്മാരെ ഉള്ളത്? എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, മുസ്ലിം സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? അതുകൊണ്ട് തന്നെ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഓതിയിട്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും ആചാരങ്ങൾക്കും ഒക്കെ തെളിവുണ്ടാക്കുമ്പോൾ അതൊക്കെ നബിയിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റണം. നബിന്റെ പച്ചക്കുബ്ബ കണ്ടില്ലേ നിങ്ങൾ? പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ എതിർക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പച്ചക്കുബ്ബന്റെ ചരിത്രം ഒന്ന് പഠിച്ചാൽ മതി, അത് ശരിയാവും. മനസ്സിലല്ലേ? പ്രൂഫ് പോയിന്റ് എന്നൊരു പരിപാടി ഉണ്ട്, യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. അതൊന്ന് കണ്ടാല് ഇതിനൊക്കെ ഉള്ളി തോലൊളിച്ച പോലെ തോല് വിളിക്കുന്നുണ്ട്. നബിയുടെ ഖബറിന്റെ മീതെ ഒന്നുമില്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ചാണിന് മീതെ പൊക്കിയിട്ടില്ല. വറുഫിഅ ഖബറുഹു മിനൽ അർദി നഹ്വം മിൻ ശിബ്രിൻ വജത്തുഹു. നബിയുടെ ഖബർ ഞാൻ കാണുമ്പോൾ ഒരു ചാണിന്റെ അടുത്ത് അത്ര ഉയരത്തിൽ മണ്ണിട്ടത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്. പിന്നെ 6-ാം നൂറ്റാണ്ടിന് ശേഷം
മൻസൂർ രാജാവിന്റെ കാലത്താണ് ഈ സുപ്രസിദ്ധമായ കുബ്ബ നിർമ്മിക്കപ്പെട്ടത് എന്നത് സുന്നത്ത് മാസിക തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹിജ്റ 678 മൻസൂർ രാജാവ് ഉണ്ടാക്കിയത് ഇസ്ലാമിൽ തെളിവാകോ? പോയി ചോദിച്ചു നോക്കി, പഠിച്ചു നോക്കി, മനസ്സിലാക്കി, എന്നിട്ട് ന്യായങ്ങൾ മാറ്റിവെച്ച് തെളിവിന്റെ പിൻബലമുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ സഹോദരന്മാരെ നമ്മുടെ പരലോകം ബാത്തിലായി പോകും. ഖബറിലുള്ള തൽക്കീൻ അങ്ങനെയാണ് അല്ലെ? മയ്യത്ത് കൊണ്ടുപോകുമ്പോഴുള്ള ഈ തക്ബീർ അങ്ങനെയാണ്. ഇമാം നബവിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സുക്കൂത്താണ്, സൈലൻസ് ആണ് സ്വഹാബത്ത് കാണിച്ചെന്ന മാതൃക. അവിടെ ദിക്ർ ചെല്ലാൻ പഠിപ്പിച്ചിട്ടില്ല. ജീവിതത്തുടനീളം ദിക്ർ പഠിപ്പിച്ച റസൂലുള്ള എന്താ പഠിപ്പിക്കാൻ പ്രയാസം? പക്ഷെ ഈ സന്ദർഭത്തിൽ പഠിപ്പിച്ചിട്ടില്ല. ഒരാൾ മരിച്ചാൽ 3 ദിവസം കഴിഞ്ഞാൽ കണ്ണൂക്ക് അല്ലേ? അങ്ങനെ 3, 7, 14, 40 ആണ്ട് അവിടേക്ക് പ്രത്യേക ഭക്ഷണം, അവിടേക്ക് പ്രത്യേക സ്വലാത്ത്, അവിടേക്ക് പ്രത്യേക മൗലീദ്. ഇതൊക്കെ ആരുണ്ടാക്കിയതാണ്? നമ്മുടെ ഉസ്താദുമാരുണ്ടാക്കിയതാണ്. നബിക്കിതൊന്നും പരിചയമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു മാല പാടിയിട്ടുണ്ടോ? സ്വഹാബത്തിന് പരിചയമുണ്ടോ? എന്താ ഇതിനെക്കുറിച്ചൊക്കെ പറയാറുള്ളത്? എല്ലാ മഗ്‌രിബിന് ശേഷവും വീട്ടിൽ ഓതണം അല്ലേ? പ്രസവം എളുപ്പമാകാൻ നഫീസത്ത് മാല ചൊല്ലണം. വലിയ വലിയ മഹത്വങ്ങൾ പറയുന്നു, വലിയ വലിയ പുണ്യങ്ങൾ ചമയ്ക്കുന്നു. ഈ പുണ്യങ്ങളൊക്കെ ചമയ്ക്കണമെങ്കിൽ, ഇതിനൊക്കെ ഇത്ര മഹത്വമുണ്ടെന്ന് തെളിയണമെങ്കിൽ എന്ത് വേണം? തെളിവ് വേണം. എന്നാ ഈ മാലയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ എന്താ ഉള്ളത്? പച്ച ശിർക്കാള് അല്ലേ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു മാലയിൽ. മൊയ്തീൻ ശേഖിന്റെ മഹത്വമായിട്ട് പറയുന്നത് എന്താണ്? അള്ളാന്റെ വിശേഷണമാണ്. ഹൃദയത്തിലുള്ളത് കാണാൻ പറ്റുന്ന അള്ള മാത്രമാണ്. അത് മൊയ്തീൻ ശേഖിന് എടുത്ത് വെച്ചു കൊടുത്തേക്കാണ്. എവിടെ വെച്ച് വിളിച്ചാലും ഞാൻ ഉത്തരം തരും അല്ലേ? ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ. വിളിച്ച് പ്രാർത്ഥിക്കുന്നവന് ഞാൻ ഉത്തരം തരുന്നു പടച്ചോൻ പറഞ്ഞത് മൊയ്തീൻ ശേഖിന് വെച്ചു കൊടുത്തിരിക്കുകയാണ്. കുറെ കള്ളക്കഥകളാണ് അല്ലേ? ചെയ്യാൻ പാടില്ലാത്തതാണ്. രാത്രിയിൽ കുതുബിയത്തിൽ ആർക്കെങ്കിലും വല്ല വിഷമമുണ്ടെങ്കിൽ രാത്രി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 പ്രാവശ്യം യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ചൊല്ലിയാൽ, എന്ന് വിളിച്ചാൽ അവന്റെ വിളിക്ക് ഉത്തരം കിട്ടും. ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. ഇതൊക്കെ നബിയിലേക്ക് എത്തുന്നുണ്ടോ? ഇതൊക്കെ പ്രവാചകന് പരിചയമുണ്ടോ? ഓരോന്നും നമ്മൾ പരിശോധിക്കേണ്ടതാണ് അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെയുള്ള റജബിലുള്ള പ്രത്യേക ആഘോഷങ്ങളും നോമ്പുകളും, മിഅ്റാജിലെ പ്രത്യേക നോമ്പുകളും ആഘോഷങ്ങളും, ശഅബാനിലെ പ്രത്യേക ആഘോഷങ്ങളും നോമ്പുകളും, ഇതിന്റെയൊക്കെ തെളിവെന്താണെന്ന് നമ്മൾ ചോദിക്കേണ്ടതാണ്. ഇസ്ലാമിൽ സ്വലാത്തുണ്ട്, പക്ഷെ സ്വലാത്ത് വാർഷികമില്ല, സ്വലാത്ത് പെട്ടിയില്ല, സ്വലാത്ത് കാശാക്കുന്ന പരിപാടിയില്ല. എങ്ങനെ സ്വലാത്ത് ചെയ്യണമെന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്, സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, സ്വഹാബത്ത് ചൊല്ലിയിട്ടുണ്ട്. അത് ചില സന്ദർഭത്തിൽ നിർബന്ധമാണ്, ചില സന്ദർഭത്തിൽ ഏറെ പുണ്യകരമാണ്. മൻ സല്ല അലയ്യ സലാത്തൻ വാഹിദ സല്ലല്ലാഹു അലൈഹി അശ്ർ. ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പടച്ചറബ് 10 കരുണ ചെയ്യുമെന്ന് ഹദീസിലുണ്ട്. അത് നമ്മളെല്ലാവരും ചൊല്ലുന്നുണ്ട്. നബി എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ ചെല്ലാറുണ്ട്. ഓർക്ക് ദിക്റില്ല, ഓർക്ക് സ്വലാത്തില്ല അല്ലേ എന്ന് പറയുന്നത് കളവാണ്. ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, ദുആയുണ്ട്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അത് പവർഫുൾ നിബന്ധനയാണ്. ആ നിബന്ധന എന്താണ്? ആ ചൊല്ലുന്ന കാര്യം, ആ ചെയ്യുന്ന കാര്യത്തിന് ഇസ്ലാമിൽ തെളിവുണ്ടായിരിക്കണം. ആരെങ്കിലും ചെയ്തത്, ആരെങ്കിലും പറഞ്ഞത് നമുക്ക് തെളിവല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സുന്നത്താണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. അതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം. വിജയിക്കുന്ന ഫിർഖത്തുൻ നാജിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ ചാണിന് ചാണായി പിൻപറ്റുന്ന രീതിയാണ്. അതിൽ നിന്ന് മാറിയാൽ ഫിത്നയുണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, നന്മകൾ പോവും. ബിദ്അത്ത് കൂടിയാൽ സുന്നത്ത് ഇല്ലാണ്ടാകുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതാണ് അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായ വിശ്വാസികളോട് പറയാനുള്ളത്, നമ്മുടെ പരലോകം നമ്മുടേതാണ്. നാളെ പരലോകത്ത് വെച്ചിട്ട് നബിയുടെ കൂടെ പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കൂട്ടുകാരനെ പിഴപ്പിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പണ്ഡിതന്മാർ എന്നെ കേടുവരുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ നിങ്ങളുടെ കാരണവന്മാരുടെ മാർഗത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സഹോദരന്മാരെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോടാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ആൻസർ നമ്മളാണ് ഉണ്ടാക്കി വെക്കേണ്ടത്. അതുകൊണ്ട് ജീവിതം അവസാനിക്കും വരെ ഖുർആനും സുന്നത്തും പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. തെളിവില്ലാത്ത മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയും നിഷ്കളങ്കമായി
നല്ലൊരു ഓപ്പൺ മൈൻഡോടുകൂടെ വായിച്ചു പഠിച്ചു മനസ്സിലാക്കി സത്യമേതാണോ അതിനെ മുറുകെ പിടിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി പടച്ചോൻ കബൂൽ ചെയ്യട്ടെ. നമ്മുടെ വാക്കിലും സംസാരങ്ങളിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾ പടച്ചോൻ പുറത്തു തരട്ടെ. ഇൽമും ഈമാനും തഖ്വയും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. ദുആക്ക് വസിയത്ത് നൽകിയിട്ടുള്ള ആളുകൾക്കൊക്കെയും പടച്ചറബ് അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കട്ടെ, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.